നബി തങ്ങൾ ചോദിക്കുകയാണ്, സ്വഹാബ, നിങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലവരായ ആളുകൾ അവർ ആരാണെന്നറിയുമോ? സഹാബത്തൊക്കെ ഇങ്ങനെ നബി തങ്ങളുടെ മുഖത്ത് നോക്കി. ഇല്ല നബിയെ, പറഞ്ഞോളൂ നബിയെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം തുർമുദി തങ്ങൾ റളിയല്ലാഹു തആല ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. നബിയെ അങ്ങ് പറഞ്ഞോളൂ, ആരാണ് ഏറ്റവും നല്ലവർ? അക്മലുൽ മുഅ്മിനീന ഈമാന, സത്യവിശ്വാസികളിൽ ഏറ്റവും പൂർണ്ണരായ വിശ്വാസമുള്ളവരുണ്ടല്ലോ, അവരാരാണെന്നറിയുമോ? അഹ്സനുഹും ഖുലുഖാ, സൽ സ്വഭാവികളാണ് സ്വഹാബ. വഖിയാറുകും ഖിയാറുകും ലിനിസാഇം സ്വഹാബ, നിങ്ങൾക്കിടയില് ഏറ്റവും ഉത്തമ സ്വഭാവമുള്ളവര് അവരാരാന്നറിയോ? വീട്ടിൽ ചെന്ന് അവരുടെ ഭാര്യമാരോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവരാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നല്ല ഭർത്താവ് ആരാന്ന് പറയാനുണ്ട്, ആരാണ് നല്ല ഭാര്യ അതും നമ്മൾക്ക് പറയാനുണ്ട്, ആരാണ് നല്ല മക്കള്, ആരാണ് നല്ല മാതാപിതാക്കള്, എല്ലാം നമുക്ക് പറയാനുണ്ട്. ആദ്യം നമ്മള് നല്ല മക്കളിൽ നിന്ന് തുടങ്ങുകയാ. യാ റസൂൽ ആരാണ് ഏറ്റവും നല്ല മക്കളെന്നറിയുമോ? മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരാണ് മക്കളിൽ ഏറ്റവും നല്ലവരെന്നറിയുമോ? സുഹാബാ, ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങളാണ് ഉദ്ധരിക്കുന്നത്. സ്വഹാബ, ഏറ്റവും നല്ല മക്കള് അവരാരാന്നറിയുമോ? സ്വഹാബ, മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴ്ത്താത്തവരാ ഈ മക്കള്. കാരണം മാതാപിതാക്കൾ കരഞ്ഞിട്ടില്ല എങ്കിൽ അവരാണ് ഏറ്റവും നല്ല മക്കളെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ്. ഏറ്റവും നല്ല മക്കള് കാരണം മാതാപിതാക്കൾ കരയാത്തവരാണ്. മഹാനായ ഇബ്നു അതാ റളിയല്ലാഹു തആല തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ശിഷ്യന്മാരെ, ഈ ദുനിയാവിലെ ഏറ്റവും ക്രൂരരായ ആളുകൾ ആരാന്നറിയുമോ? ദുനിയാവിലെ ഏറ്റവും മോശം ജനങ്ങൾ ആരാന്നറിയുമോ? ഇബ്നു അതാ തങ്ങളെ ശിഷ്യന്മാര് പലതും പറഞ്ഞു. അവസാനം ഉസ്താദ് പറയാണ്, ആരാണ് ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്നറിയുമോ? മാതാപിതാക്കളെ കരയിപ്പിച്ചവരാണ്. മക്കള് എടങ്ങാറാക്കിയാൽ വീട്ടിൽ കുടുംബജീവിതം, മക്കളോടൊപ്പമുള്ള ജീവിതം രസം ഉണ്ടാകൂല. ഏറ്റവും മോശപ്പെട്ട ആളുകൾ വാപ്പനെയും ഉമ്മനെയും കരയിപ്പിച്ചവരാണ്. മാതാപിതാക്കളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് മക്കൾ ഹറാമിലേക്ക് പോകുന്നത് എന്ന് മഹാനായ ഇബ്നു അതാ റളിയല്ലാഹു അൻഹു. അപ്പോ ആരാണ് ഏറ്റവും നല്ല മക്കൾ? മാതാപിതാക്കളോട് ഏറ്റവും നല്ല പോലെ പെരുമാറുന്ന ആളുകളാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, യാ റസൂലല്ലാഹ്,
സമ്പത്ത് വർദ്ധിക്കാൻ എന്താണ് ചെയ്യേണ്ടത് യാ റസൂലല്ലാഹ്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, നീ നിന്റെ ഉമ്മാക്ക് സമാധാനം നൽകണേ, വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്യണേ. ഒരു കുട്ടി നബി തങ്ങൾ അടുത്ത് വന്ന് പറയാൻ, സമ്പന്നനാകാ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. ഭാവിയിൽ പൈസക്കാരനാകണോ? വാപ്പക്ക് ഉമ്മക്ക് ഖിദ്മ ചെയ്യലാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ജീവിതത്തില് ദാരിദ്ര്യം വരാനുള്ള കാരണങ്ങളൊന്ന് പഠിപ്പിക്കുമോ? ജീവിതത്തിൽ ദാരിദ്ര്യം വരാനുള്ള കാരണങ്ങൾ നബിയേ ഒന്ന് പറയുമോ നബിയേ? എന്നും ദരിദ്രാവസ്ഥയാണ്. ആ ദാരിദ്ര്യം നീങ്ങാൻ എന്തുകൊണ്ടാ ദാരിദ്ര്യം വരുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന് പറയാണ്, ദാരിദ്ര്യം വരാനുള്ള 3 കാരണങ്ങളിൽ ഒന്ന് മാതാപിതാക്കളുടെ കണ്ണുനീരാണ്. ചെറുപ്പക്കാർ, നിങ്ങൾ കാരണം നിങ്ങളുടെ ഉമ്മ ഉപ്പ കരഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് സമ്പത്ത് അല്ലാഹു തരൂല, സ്ഥിരത തരൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ഉമ്മയും ഉപ്പയും ഞാൻ കാരണം കരയുന്ന അവസ്ഥ ഉണ്ടാകരുത്. വയസ്സായ വാപ്പയും ഉമ്മയും ഏറ്റവും കൂടുതൽ കരയുക മക്കൾ തെറ്റിലേക്ക് പോകുമ്പോഴാണ്. ചെറുപ്പക്കാര് നെഞ്ചു വിടർത്തി കേൾക്കുക, അല്ലാഹുവേ, ഹറാമിലേക്ക് ലഹരിയിലേക്ക് ഞാൻ അതപ്പതിച്ചാൽ ആദ്യം കരയുന്നത് എന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പയാണ്. പ്രായമുള്ള മാതാപിതാക്കള് ഞാൻ കാരണം കരയേണ്ടി വന്ന എന്റെ ദുനിയാവ് അല്ലാഹു എടുത്തു കളയുമല്ലോ. അത് മാത്രം ആലോചിച്ചാൽ മതി. സ്വയം നശിക്കും, നല്ലൊരു ദാമ്പത്യ ജീവിതം ഭാവി കിട്ടൂല, ആളുകൾക്കിടയിൽ വാല്യൂ നഷ്ടപ്പെടും, പണം നഷ്ടപ്പെടും, സ്വബോധം നഷ്ടപ്പെടും, ബുദ്ധി പോകും, റീപ്രൊഡക്റ്റീവ് മെന്റാലിറ്റി, അതിനുള്ള അവന്റെ കപ്പാസിറ്റി നഷ്ടപ്പെടും. ഭാവിയിൽ ഒരു കല്യാണം കഴിച്ച് സുഗമമായി ജീവിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവൂല. സമൂഹത്തിന് മുഴുവൻ നാണക്കേട്, വീട്ടിലെന്ന് ഉമ്മാക്കുപ്പാക്കും ഇടങ്ങാറ്. സുബ്ഹാനല്ലാഹ്, ഹറാമ് ആരെങ്കിലും കയ്യിലേക്ക് വെച്ച് തന്ന ആദ്യം നിങ്ങളുടെ ഉമ്മാന്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. എന്റെ ഉമ്മയല്ലയോ കരയുന്നത്, എന്റെ വാപ്പയല്ലയോ കരയുന്നത്? ചെറുപ്രായത്തില് എനിക്കൊരു പനി വന്നപ്പോ ഉച്ചയാകുമ്പോഴേക്ക് ഉമ്മ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. ഉമ്മാക്ക് പനി വന്നത് ഞാൻ അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉമ്മ പറഞ്ഞത്, മോനെ എനിക്ക് 2 ദിവസമായി 3 ദിവസമായി പനിയാണ്. ഉമ്മ ഹോസ്പിറ്റലിൽ പോയില്ല, നാടൻ ചികിത്സ ചെയ്ത് വീട്ടിൽ നിന്ന്. വീട്ടിലെ മകന് പനിയായപ്പോ ഉപ്പ വിളിച്ചു പറയാണ്, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം. ഉമ്മ നേരെ എടുത്ത് ഓട്ടോ പിടിച്ചോ ബസ് പിടിച്ചോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉച്ചയാകുമ്പോഴേക്ക് മകനൊരു ജലദോഷപ്പനി വന്നപ്പോ ഉമ്മാക്കും ഉപ്പാക്കും സഹിച്ചില്ല. വാപ്പക്കും ധാരാളം രോഗം വരാറുണ്ട്, നമ്മൾ അറിയാറില്ല. അങ്ങനെ സ്നേഹിച്ചു വളർത്തിയ വാപ്പയല്ലയോ, അങ്ങനെ സ്നേഹിച്ചു വളർത്തിയ ഉമ്മയല്ലയോ? ആ ഉമ്മ നമ്മൾ കാരണം കരയുന്ന ഒരവസ്ഥ വന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തർത്ഥമുള്ളത്? ലോകത്ത് നമ്മൾ കാരണം ഏറ്റവും സന്തോഷം കൊടുക്കേണ്ടത് ആർക്കാണ് നബിയേ? യാ റസൂലല്ലാഹ്, ഏറ്റവും സമാധാനം ആർക്കാണ് കൊടുക്കേണ്ടതെന്നറിയോ? വിശുദ്ധമായ ഖുർആനല്ലയോ പറയുന്നത്, റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാനാ. സൂറത്തുൽ ഇസ്രാഇന്റെ വചനമാണ് ഈ പറയുന്നത്.
واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്, അവരോട് മ്ലേച്ഛമായ എന്ന വർത്താനങ്ങൾ പറയരുതേ. വബിൽ വാലിദൈൻ ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണേ. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത് അവർക്കാണ് വിശുദ്ധ ഖുർആൻ. ആ വാപ്പയമ്മയും നമ്മളോർത്ത് കരയേണ്ട ഗതികേട്. വാപ്പാക്കും ഉമ്മാക്കും 10,000 കൊടുത്തില്ലെങ്കിലും ദുനിയാവിന്റെ വിഷയമാണ്, അവര് സഹിക്കും. ദുനിയാവിലെ റിസ്കിന്റെ സബബ് അല്ല ഏറ്റെടുത്തതാണ്. വയസ്സാം കാലത്ത് മക്കളെ തിന്നാൻ കൊടുക്കാൻ മക്കളുടെ വിഷയമല്ല, മാതാപിതാക്കളുടെ വിഷയമല്ല, നാട്ടുകാരുടെ വിഷയം, എല്ലാവരുടെ വിഷയവും റിസ്ക് അല്ല ഏറ്റെടുത്ത വിഷയമാണ്. ബേജാറില്ല. 5,000 ഉമ്മാക്ക് കൊടുത്തില്ലെങ്കിലും ഉമ്മാക്ക് അത് സഹിക്കാൻ പറ്റും. എന്നാ 49 കഴിഞ്ഞ 50 കഴിഞ്ഞ വാപ്പയും ഉമ്മയും അങ്ങാടിക്ക് വരുമ്പോ കേൾക്കുന്നത്, നിങ്ങളുടെ മകനല്ലയോ ലഹരിക്കടിമപ്പെട്ടു പോയത്. അതിലും വലിയ വേദന ഉണ്ടോ? അതിലും വലിയ വേദന വാപ്പാന്റെയും ഉമ്മാന്റെയും കുടുംബ ജീവിതം കൊണ്ട് തകർന്നു പോവാണ്. ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമല്ല, കുടുംബം, ഭാര്യ ഭർത്താവ് മക്കൾ. മക്കളാണ് സമാധാനം കൊടുക്കേണ്ടത്. ഒരു പരിധി വിട്ടാൽ പിന്നീട് വാപ്പയും ഉമ്മയും ഏറ്റവും സമാധാനം ആഗ്രഹിക്കുന്നത് മക്കളിൽ നിന്നാണ്. കുടുംബത്തിന്റെ പാറ്റേൺ അങ്ങനെയാണ് അല്ലാഹു ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും ഏറ്റവും മനോഹരമായ ജീവിതമായിരിക്കും. മക്കളായാൽ പിന്നെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ സംഭവം മക്കളുടെ വിഷയമായിരിക്കും. അല്ലെ, പ്രായമുള്ള സമയത്തൊക്കെ മക്കൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉമ്മ മക്കളെ വാത്തിക്കും, അല്ലേ? മക്കളുടെ കൂടെ നിൽക്കും പല ഉമ്മമാരും. അപ്പൊ അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളാണ്. ആ മക്കള് സന്തോഷം കൊടുത്തില്ലെങ്കിൽ വയസ്സായ വാപ്പക്കുമ്മക്കും ആരാ സമാധാനം കൊടുക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട 8ൽ പഠിക്കുന്നവർ, 9th പഠിക്കുന്നവർ, 12th പഠിക്കുന്നവർ, നിങ്ങളുടെ കയ്യിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും വെച്ച് തന്നാൽ വേണ്ട. ആ സമയത്ത് പുഞ്ചിരിക്കുന്ന കണ്ണുനീരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന നിങ്ങളുടെ ഉമ്മാനെ ഊറ്റുവട്ടോർത്താ മതി. വിട്ട വണ്ടി എന്ന് പറയാൻ പറ്റണം. വേറെ ഒരു മാർഗം മുമ്പിലില്ല. ഒരു നിമിഷത്തെ സുഖം അതനുഭവിച്ച ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ലഹരിക്കടിച്ചായ കുറച്ചു പേർക്ക് കൗൺസിലിംഗ് ചെയ്തിരുന്നു. അനുഭവങ്ങൾ ചോദിച്ചു. ഞാൻ അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞു. കുട്ടികളിൽ 98% ഒരുത്തനോ 2 പേരറ്റം കരഞ്ഞിട്ടില്ല, ബാക്കി എല്ലാവരും കരയാൻ. മോനെ, നീ ഈ പെട്ടുപോയത് കൊണ്ട് നിന്റെ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടുണ്ട്. ആ മാതാവിന്റെ മനസ്സിന്റെ വേദന അത് മാത്രം ആലോചിച്ചു, ബാക്കി പിന്നീട് അവരൊക്കെ കരയാൻ. പറ്റുന്നില്ല ഉസ്താദെ, മാറാൻ പറ്റുന്നില്ല, മാറണമെന്നുണ്ട്, പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു മഹാദുരന്തം അതിലേക്ക് പൊന്നു സുഹൃത്തുക്കൾ പെട്ടുപോകരുത്. പിന്നെ വേഹലൊന്നും കാര്യമില്ല, നല്ലൊരു ജീവിതം പിന്നെ ഉണ്ടാകൂല. നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സാധനമാണ്. മദ്രസ പോയിട്ടും കാര്യമില്ല, ദർസി പോയിട്ടും കാര്യമില്ല, ഒന്നുകൊണ്ടും തലമുറ നശിക്കുന്ന ഒരു വിഷയമാണ്. കല്യാണം കഴിച്ച് മര്യാദക്ക് ജീവിക്കാൻ പറ്റൂല, അതിനുള്ള ശാരീരിക അവസ്ഥ ഉണ്ടാവൂല, അതിനിടയ്ക്ക് ലഹരി കാർന്നു തിന്നു പോകും. ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ശാരീരികമായ താക്കത്ത് വേണമെന്നാണ്. അതിനുള്ള കപ്പാസിറ്റിയും നഷ്ടപ്പെടും ഇതിന് അഡിക്റ്റായി പോയാൽ. അതുകൊണ്ട് വിഷയം ഗൗരവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഈ വിഷയം സംസാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒറ്റ കാര്യം മാത്രം, ഞാൻ ഇത് ചെയ്താൽ പാവപ്പെട്ട എന്റെ ഉമ്മയാണ് കരയേണ്ടി വരുന്നത്. അത് മാത്രം ആലോചിച്ചാൽ മതി. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, മാതാപിതാക്കളോട് ഏത് കടമകളാണ് മക്കൾക്കുള്ളത്? മാതാപിതാക്കളോടുള്ള കടമകൾ ഏതാണ് നബിയേ? ഏതൊക്കെ കടമകളാണ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ളത്? ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ,
മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ പ്രധാനമായും 3 വിഷയമാണ്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 വിഷയമാണ്. അതിലൊന്ന് മാതാപിതാക്കളെ കരയിപ്പിക്കാതിരിക്കലാണ്. രണ്ടാമത്തത് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ്. മൂന്നാമത്തതോ പ്രായമാകുമ്പോ അവർക്ക് ഖിദ്മത്ത് ചെയ്യലാ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഷയങ്ങൾ. ഒന്ന്, അവരെ എടങ്ങേറാക്കരുത്, കരയിപ്പിക്കരുത്. കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിലേക്ക് പോയാൽ ഉമ്മയും വാപ്പയും കരയും. നമ്മുടെ ആഖിറം, ദുനിയാവ് എന്തായാലും പോയി, നമ്മുടെ ആഖിറം നഷ്ടപ്പെടും. രണ്ടാമത്തത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ചെറുപ്പത്തിൽ ഞങ്ങളോട് കരുണ കാണിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരോട് നീ കാരുണ്യം കാണിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യണമെന്നതാണ്. മൂന്നാമത്തത് മാതാപിതാക്കൾക്ക് വയസ്സാകുമ്പോ, പ്രായമാകുമ്പോ നിങ്ങൾ അവർക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റജുലുൻ യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഏറ്റവും നല്ല സ്വഭാവം, പെരുമാറ്റം അതാരോടാണ് നബിയേ? അതർഹിക്കുന്നതാരാണ്? ഭൂമിയിൽ ഞാൻ ഏറ്റവും നല്ല പോലെ ആരോടാ പെരുമാറേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ഉമ്മാനോടാണ്. പിന്നെയോ നിന്റെ ഉമ്മയോടാണ്. പിന്നെ അബൂക, നിന്റെ പിതാവിനോടാണ്. വാപ്പാനോടും ഉമ്മാനോടുമാണ് നമ്മൾ ഏറ്റവും നല്ലപോലെ പെരുമാറുന്നത്. നമ്മുടെ സുഹൃത്തുക്കളോട് പെരുമാറാറുണ്ട്. ക്യാഷ് എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അവരോട് പെരുമാറാറുണ്ട്. നമ്മുടെ വാപ്പനോട് ഉമ്മനോടുള്ള നമ്മുടെ പെരുമാറ്റം എന്താണ്? ഇമ്പമുള്ള കുടുംബ ജീവിതമാണ് പറയുന്നത്. ഇതിന്റെ തുടക്കം മക്കളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ്. മക്കള് സമാധാനം കൊടുത്തില്ല, കുടുംബത്തിൽ ഒരു ഇമ്പം ഉണ്ടാവില്ല. വെട്ടിയോളോട് നല്ല രീതിയിലാണ്, പക്ഷെ മോനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിന്റെ തുടക്കം ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അബീ ഉമാമത റളിയല്ലാഹു അൻഹു ഇമാം ഇബ്നു മാജ തങ്ങൾ കൊണ്ടുവന്നത്, അന്ന റജുല ഖാല യാ റസൂലല്ലാഹ്, അന്ന റജുലൻ, ഒരാൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, മാ ഹഖ്ഖുൽ വാലിദൈൻ അലാ വലദിഹിമാ. മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട കടപ്പാടുകളും കടമകളും ഏതൊക്കെയാ? നബി തങ്ങൾ പറഞ്ഞു, ഹുമാ ജന്നതുക വനാറുക. നബിയേ, അവര് നിന്റെ സ്വർഗമാ. ആ സ്വഹാബി വര്യരോട് നബി തങ്ങൾ പറഞ്ഞത്, വാപ്പയും ഉമ്മയും നിന്റെ സ്വർഗമാണ്. വനാറുക, അവര് നിന്റെ നരകമാണ്. ഇമാം ഇബ്നു മാജ തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. മാതാപിതാക്കളെ കരയിപ്പിച്ച നിനക്ക് നരകമാ. മാതാപിതാക്കൾ നിങ്ങൾ കാരണം സന്തോഷിച്ച നിങ്ങൾക്ക് സ്വർഗമാ. അപ്പോ സ്വർഗവും നരകവും വാപ്പയുമ്മയാണ്.
നമ്മൾ കാരണം വാപ്പയമ്മയും കരഞ്ഞു, അതെന്തിന്റെ പേരിലും നരകാണ്. പിന്നെ ചെയ്ത അമലൊക്കെ വെള്ളത്തില് എന്നാണ് മലയാളം. പിന്നെ ചെയ്ത അമലൊക്കെ എന്തായി പോയി? അതൊക്കെ പോയി, വെള്ളത്തിൽ പോയി. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് അന്ന ആയിഷത റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഖൽതുൽ ജന്ന ഫസമഅതു ഫീഹാ ഖിറാഅ. ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നപ്പോ അവിടെ ഒരാൾ മനോഹരമായി ഖുർആൻ ഓതുകയാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, നബിയേ മൻ ഹാദാ, ആരാണ് നബിയേ? പരിശുദ്ധമായ പടച്ചവന്റെ സ്വർഗ്ഗത്തില് ആരാണ് ഖുർആൻ ഓതുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ അതാരാന്നറിയുമോ? ആയിഷ ഹാരിസത്തുൻ നുഅ്മാൻ, ഹാരിസത്തു ഇബ്നു നുഅ്മാൻ. അത് ഹാരിസത്തു ഇബ്നു നുഅ്മാൻ, അവരാണ് ആയിഷ. ഞാൻ സ്വർഗ്ഗത്തിൽ പോയി നോക്കുമ്പോ ഒരാൾ ഖുർആൻ ഓതാൻ, അതാരാണ്? അത് ഹാരിസ തങ്ങളാണ്. ഫഖാല റസൂലുള്ളാഹ്, എന്തുകൊണ്ടാണ് ഹാരിസ തങ്ങൾ പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ പോയത്? കദാലികുമുൽ ബിർറു, കദാലികുമുൽ ബിർറു, അതാണ് നന്മ, ഹാരിസ ചെയ്തതാണ് നന്മ. ഏറ്റവും വലിയൊരു നന്മ ഹാരിസത്തു ഇബ്നു നുഅ്മാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂപ്പര് സ്വർഗ്ഗത്ത് നേരത്തെ പോയി ഖുർആൻ ഓതാണ് സ്വർഗ്ഗത്തുനിന്ന്. യാ റസൂലല്ലാഹ്, നബിയേ ഏതു നന്മയാണു നബിയേ, ഏതു നന്മയാണു നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വകാന അബറന്നാസി ബി ഉമ്മിഹി. ഹാരിസ തങ്ങൾ തന്റെ ഉമ്മാക്ക് ഏറ്റവും സേവനം ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന മനുഷ്യനാണ്. ഉമ്മാക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ആളാണ് മഹാനായ ഹാരിസത്തു ഇബ്നു നുഅ്മാൻ. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് വാപ്പാനെയും ഉമ്മാനെയും സന്തോഷിപ്പിച്ചോളി. ചാൻസ് കിട്ടുമ്പോ ഇടങ്ങേറാക്കണ്ട. എങ്ങനെ ഉസ്താദിനെ സന്തോഷിപ്പിക്കാം? എങ്ങനെയാണ് ഞാൻ എന്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത്? മനുഷ്യന്മാരാണ് വാപ്പയുമ്മയും, അവർക്ക് ഹാപ്പി ഉണ്ടാകുന്ന ഒക്കെ ചെയ്യാം. അതെന്നാണ് ഉത്തരം. അല്ലാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമൊന്നും അവരാഗ്രഹിക്കൂല. വാപ്പ വയസ്സായ വാപ്പ പുറത്ത് എല്ലാരോടായി പറയുന്നത്, എനിക്ക് 40 ആയില്ലേ, എനിക്കും മക്കളായി. നമ്മൾക്ക് മക്കളായ നമ്മുടെ വാപ്പ നമ്മുടെ വാപ്പ തന്നെയാണ്. നമുക്ക് മക്കളും മക്കളായി. എന്നിട്ടും വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വർഗം കിട്ടാൻ ഏറ്റവും നല്ല സമയം അതാണെന്ന് മുത്തുനബി. സഹാബാ ചില വിഭാഗം ആളുകൾ നശിച്ചു പോകട്ടെ, ചിലർക്ക് നാശം. ആരാന്നറിയോ? വയസ്സായ വാപ്പയും ഉമ്മയും കൂടെ ജീവിച്ചിട്ടും സ്വർഗം മേടിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർക്ക് നാശമെന്ന് പറഞ്ഞാൽ, വാപ്പാക്കുമ്മാക്കും വയസ്സായി ആ നേരത്താണ് സ്വർഗം നേടാൻ ഏറ്റവും എളുപ്പം. എങ്ങനെ? വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്യലാണ്. എനിക്ക് 50 എന്റെ വാപ്പാക്ക് 85. എനിക്ക് മോനും മോളും, മോന്റെ മോനുമായി, മോളും മോളും ഒരു കുഴപ്പമില്ല. നമ്മുടെ വാപ്പ നമ്മുടെ വാപ്പയാ. അവരെന്താണോ സന്തോഷം അത് ചെയ്തു കൊടുക്കുക. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആശ്വാസ വാക്കുകളാണ് മനുഷ്യൻ. ഉമ്മാനോടെ കിടക്ക്, പ്രായമുള്ള ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം ദുനിയാവത്ത്. അവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലേ, പിന്നെ എവിടുന്നാണ് അവരൊക്കെ കിട്ടുന്നത്? നമുക്ക് പരലോകത്ത് മൃഗത്തിലെത്തിയാൽ ഭാഗ്യമുണ്ടായി കാണാൻ പറ്റും.
അതുകൊണ്ട് വീട്ടിൽ പ്രായമുള്ള ഉമ്മയൊക്കെ ഉണ്ട്, ഇടക്ക് ഉള്ള തിരക്കും ഫോണൊക്കെ ഒന്ന് മാറ്റി ഓരെടുത്ത് പോയിരിക്കും. വയസ്സായ ഉമ്മമാരൊക്കെ തമാശ മണ്ടത്തരങ്ങളായിരിക്കും പറയുന്നത്. അതൊക്കെ എന്ത് രസാണത്. ലോക പൊട്ടത്തര. ആ പൊട്ടത്തരത്തിനൊരു മധുരമുണ്ട്. അതിങ്ങനെ കേട്ടിരിക്കുക. എന്നിട്ട് ഉമ്മാനെ ഇങ്ങനെ അല്ലെ, പ്രായമുള്ള ഉമ്മമാരൊക്കെയാണ് അവരെങ്ങനെ പൊക്കിയടിക്കുക. അതൊക്കെ വളരെ കൂലി കിട്ടുന്ന കാര്യമാണ്. പൊക്കിയടിക്കാൻ പറ്റുമോ? ഉമ്മ നിങ്ങളെ കാണാൻ എന്ത് രസമാണ്, മാഷാ അല്ലാ, നിങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തല്ലോ, നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ. ഉമ്മമാരെ മനസ്സിൽ പ്രായമുള്ള മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. വയസ്സായ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്വർണ്ണം, എന്തിനാപ്പോ വയസ്സെത്തിക്ക് സ്വർണ്ണം എന്ന് വിചാരിക്കണ്ട. അവർക്ക് സ്വർണ്ണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മോതിരം അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത കൂലിയാണ്. അത് കാരണം സന്തോഷിക്കുന്നത് ഉമ്മയാണ്, വല്യമ്മയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയോ ആണ്. വയസ്സാവാനുള്ളതാണ് നമ്മളും. അന്ന് നമ്മൾക്ക് മനസ്സിലാകും ഇതിന്റെയൊക്കെ വേദന. നമ്മുടെ മക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് സ്വർഗം മേടിക്കാൻ ഏറ്റവും നല്ല പണി വയസ്സായ മനുഷ്യന്മാർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കാൻ. ജോലിയൊക്കെ കഴിഞ്ഞ് 50 വയസ്സായ വാപ്പ വീട്ടിൽ വരുമ്പോ മക്കളെ കാലുമ്മ കാല് കയറ്റി വെച്ച് സോഫയിൽ ഇരുന്ന് ഫോൺ നോക്കല്ലേ. വാപ്പാനെ കണ്ട എഴുന്നേൽക്കണം. മൊയിലാറ് വരുമ്പോ എഴുന്നേൽക്കും. മുസ്ലിയാരെ കൈയ്യടിക്കും, വെക്കും, കെട്ടിപ്പിടിക്കും, മുത്തം വെക്കും. നാളെ ആഖിറത്തിൽ സ്വർഗം വാപ്പയിമ്മയാണ്, ദുനിയാവിലെ സ്വർഗം വാപ്പയിമ്മയാണ്. നമ്മൾ ഇന്നേ വരെ വാപ്പാനെ കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ? ഓരോരുത്തർ ആലോചിക്കും. പണ്ടത്തെ ആലിമീങ്ങളൊക്കെ പഠിപ്പിച്ച മനോഹരമായ സംഭവമാണ്. വാപ്പനെ കണ്ട എഴുന്നേൽക്കണം, ഉമ്മാനെ കണ്ട എഴുന്നേൽക്കണം. ഉമ്മല്ലേ, അത് സ്വർഗാണ്. ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞ വർത്താനാണ്. അള്ളാഹ് പറഞ്ഞ വർത്താനാണ്. റസൂല് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വഹീന്റെ വെളിച്ചാണ്. അള്ളാഹ് പറഞ്ഞതാണത്. ഉമ്മയും വാപ്പയും സ്വർഗം. ഇന്ന് മുതൽ ഒന്ന് തീരുമാനിക്കാം. അങ്ങനെ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന്. വയസ്സായ വാപ്പക്കും 50-55 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ, 60 അവർക്ക് തോന്നിയാൽ അതിലും വലിയ സന്തോഷം അവർക്ക് വേറെ ഉണ്ടാകൂല. അതുകൊണ്ട് ഇന്നൊന്ന് പ്രാക്ടീസ് ചെയ്യും. വാപ്പനൊക്കെ കണ്ടവന്ന് എഴുന്നേറ്റിക്കുക, ഒന്ന് റെസ്പെക്ട് ചെയ്യുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു മുത്തം കൊടുക്കുക. അതൊക്കെ ഏറ്റവും മനുഷ്യന്റെ കൽബിൽ, പിന്നെ വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സമാധാനത്തിന്റെ ഏറ്റവും വലിയ മാർഗമാണത്. ഉമ്മയൊക്കെ ഒരു ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പുറത്തു പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഉമ്മ വീട്ടിൽ വരുമ്പോ മക്കളെ ഇങ്ങനെ അവിടെ കുത്തിരിക്കുക. മോനെ വിളിച്ചാൽ മോനെ എഴുന്നേൽക്കൂല. ചോറ് എളുമ്പി വെച്ചാൽ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ 4 മണിക്ക് മോനെ തീൻമേശയിലേക്ക് വരുന്നുള്ളൂ. ഇങ്ങനെ ആവരുത്. ഇന്നു മുതൽ ഒന്ന് ഉത്തരം ചെയ്യും. അവരെ കാണുമെന്ന് ചാടി എഴുന്നേൽക്കുക, ഫോൺ അവിടെ വെക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു മുത്തം മതി, ഒന്ന് കൈ പിടിച്ചൊരു ഉമ്മ വെക്കൽ മതി. അത് മതി നമ്മുടെ പ്രായമുള്ള ഉപ്പാക്കും ഉമ്മാക്കും. അവരെ കുടുംബ ജീവിതം, അവരെ ആ ജീവിതമൊക്കെ മനോഹരാകാൻ അതെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ വയസ്സായി ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കാനുണ്ടാകൂല. മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്നത് ചേർത്ത് പിടിക്കലാണ്. നമ്മുടെ വാപ്പയും ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മളെയാണ്. മറ്റാരും മുഴുവനും കൂടേണ്ട ഒരു കാര്യമില്ല. ഞാൻ പെറ്റുപോറ്റി വളർത്തിയ മോൻ എന്നെ പരിഗണിക്കുന്നുണ്ടോ? ഞാൻ ചെറുപ്രായത്തിൽ കഷ്ടപ്പെട്ട് വളർത്തിയത് എന്റെ ജീവിതം സ്വപ്നം മുഴുവൻ എന്റെ മോനിക്ക് വേണ്ടിയാണ്. ആ മോൻ എന്നെ പരിഗണിക്കുന്നുണ്ടോ? അതാ നോക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്നു മുതൽ അവരല്ലാതെ ആരാണ്? അവരൊക്കെ മരണപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടാവും അല്ലെ? എത്ര വേദനയാണ്. ഒരു ഉമ്മാന്റെയൊക്കെ ഓർമ്മകൾ പള്ളിക്കാട്ടിൽ കുഴിച്ചു മൂടി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ മനോഹാരിത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് ഒരേ വിലല്ല. ഉമ്മാനെ ഖബറടക്കിയതിന്റെ ശേഷമാണ്. അത്രക്ക് സ്നേഹം വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? രാത്രി 12 മണിക്ക് ഫോണിലേക്ക് ഉമ്മ അങ്ങനെ വിളിക്കുകയാണ്. എന്തേ മോ വന്നിട്ടില്ലല്ലോ, ഉറക്കം വരുന്നില്ല, മോ വന്നിട്ടില്ല, ഉറക്കം വരുന്നില്ല. വീട്ടിൽ വന്നിട്ട് ആദ്യം ഡോറ് തുറന്നിരുന്നത് നമ്മുടെ ഉമ്മയാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ എല്ലാരും മക്കൾ ഓടി വന്നിട്ട്, ഉപ്പ നിങ്ങൾ മിഠായി കൊണ്ടുവന്നോ, നിങ്ങൾ ബാഗ് മേടിച്ചോ, നിങ്ങൾ പെന്നെ വാങ്ങിയോ, നിങ്ങൾ മറ്റേത് മേടിച്ചോ, നിങ്ങൾ ലൈസ് വാങ്ങിയോ? ഭാര്യ വന്നിട്ട് നിങ്ങളോട് പണ്ടേ പഞ്ചസാര വാങ്ങാം, പഞ്ചസാര തീർന്നിട്ട് 4 മാസമായി, നിങ്ങൾ ഇതുവരെ പഞ്ചസാര വാങ്ങിയില്ലല്ലോ. ആ സമയത്ത് ഉമ്മ വീട്ടുന്നുണ്ടെങ്കിൽ ഉമ്മ കൈപിടിച്ച്, ക്ഷീണമായിട്ടുണ്ടല്ലോ, മുഖമൊക്കെ വാടിയിട്ടുണ്ടല്ലോ, നിനക്ക് വല്ലാതെ വിശക്കുന്നുണ്ടല്ലോ, മോനെ വാ എന്ന് പറഞ്ഞ് അടുക്കളയിൽ കൊണ്ടുപോയി നമുക്ക് ഭക്ഷണം വിളമ്പി തന്ന ഉമ്മയാണ്. ആ മാതാവിന് നമ്മളല്ലാതെ ആരാണ് സമാധാനം കൊടുക്കാനുള്ളത്? അതൊക്കെ തിരിച്ചറിയണം നമ്മൾ. വീട്ടുകാർക്ക് മുഴുവനും സമാധാനം കൊടുത്ത് വീട്ടുകാർക്ക് സമാധാനം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ചെറുപ്പക്കാര് കുട്ടികളൊക്കെ ഇന്ന് പ്രതിജ്ഞ എടുക്കുക.
സ്വർഗം കിട്ടാനുള്ള മാർഗമാണ് ഈ പറഞ്ഞു തരുന്നത്. അവര് മാക്സിമം എത്രയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ അത്രയൊക്കെ സമാധാനം പാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുക. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഉമ്മ വീട്ടിലൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി വീട്ടില് മക്കള് മുഴുവൻ ചിക്കൻ അടിച്ചു പോയി. അവസാനം 3 മണിക്ക് ഉമ്മ ഭക്ഷണം കഴിക്കുന്ന ഒന്ന് പോയി നോക്കിയാൽ മതി, ചാറ് മാത്രമേ ഉണ്ടാവും. ഉമ്മ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. വീട്ടിലൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയ മക്കള് ഇളയ മോനെ 4 എണ്ണം കൊണ്ടേ അപ്പറേക്ക് ഉമ്മ അടുത്ത പൊരിച്ച ലാസ്റ്റ് പൊരിച്ചതും മൂത്തോനെടുത്ത് ഉമ്മാക്കുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അവസാനം ഉമ്മ ഒരാളോടും എനിക്കില്ലല്ലോ, എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. നമ്മളൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്, കഷ്ടം വലിപ്പം കുറഞ്ഞു പോയി, ഓനക്ക് വലിയ കഷ്ണ കൊടുത്ത് എനിക്ക് ചെറുതായി കിട്ടി, എനിക്ക് 2 എണ്ണം കിട്ടി, ഓനക്ക് 3 എണ്ണം കിട്ടിയെന്ന്. ഒന്നും കിട്ടാതെ ഉമ്മ ഭക്ഷണം കഴിച്ചത് പല ദിവസവും നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഞാൻ അടുത്തതിലേക്ക് പോവാണ്. മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ സ്വർഗം ഉമ്മയും ഉപ്പയാണ്. അവർക്ക് സമാധാനം നൽകണം, അവർക്ക് ഇടങ്ങേറുണ്ടാക്കുന്നതൊന്നും ചെയ്യരുത്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്റെ ബിസിനസ് തകർന്നു പോ. യാ റസൂലല്ലാഹ്, എന്തേ പറ്റിയത് നബിയേ? ഞാൻ മദീനയിലെ ബിസിനസ്സുകാരനായിരുന്നു, ഷാമിലേക്ക് ഞാൻ ബിസിനസ് ചെയ്തു. മദീനയിലെ കച്ചവടം പൊട്ടിയപ്പോഴാണ് ഞാൻ ഷാമിലേക്ക് പോയത് നബിയേ. മദീനയിലെ കച്ചവടം പൊട്ടി, ഞാൻ അവിടെ നിന്ന് ഷാമിലേക്ക് പോയി. ആ ബിസിനസ്സും തകർന്നു പോയി നബിയേ. മദീനത്തെ കച്ചവടം പോയി, ഷാമിലേതും പോയി. ഞാൻ എന്ത് ചെയ്യും? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരികെ ചോദിച്ചു, മോനെ, നിനക്ക് ഭാര്യയും മക്കളും ഉണ്ടോ? ഉണ്ട് നബിയേ, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും സുബ്ഹ് നമസ്കരിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട് നബിയെ, എന്റെ ഭാര്യ നിസ്കരിച്ചിട്ടുണ്ട്. പ്രായം തികഞ്ഞ മക്കളില്ലയോ? ഉണ്ട് നബിയെ, അവർ 2 പേരും സുബ്ഹ് നമസ്കാരം നടത്തിയിട്ടുണ്ടോ? യാ റസൂലല്ലാഹ്, 2-ൽ ഒരാള് നിസ്കരിച്ചിട്ടില്ല നബിയേ. 2 മക്കളുണ്ട്, അതിൽ ഒരുത്തനെ നിസ്കരിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ആൾ അവൻ നിസ്കാരം നടത്തിയിട്ടില്ല നബിയേ. 2 ആൺകുട്ടികളിൽ ഒരുത്തനെ നിസ്കരിച്ചിട്ടുള്ളൂ, ഒറ്റ നിസ്കരിച്ചിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ ബറക്കത്ത് നഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്റെ കച്ചവടം പൊളിഞ്ഞു പോയത്. നബിയെ, ബറക്കത്ത് നഷ്ടമാവാൻ കാരണം ഏതാണ്? വിധങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ പ്രായപൂർത്തിയായ ഒരു മകൻ നിസ്കരിച്ചിട്ടില്ല, അതാണ് കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ നിസ്കരിച്ചിട്ടില്ല, എടങ്ങേറ് വാപ്പാക്ക്. വീട്ടിൽ ബറക്കത്ത് നഷ്ടമാകും 3 കാര്യങ്ങൾ. അതിലൊന്ന്, കുടുംബനാഥന്റെ മഈശത്തിനുള്ള, ജീവിക്കാനുള്ള വകുപ്പ് അല്ലാഹു തടയും. ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണം വീട്ടു ഉടമസ്ഥന്റെ ജോലി പോയി, പൈസ നഷ്ടപ്പെട്ടു. ബിസിനസ് കൂടി 10 ലക്ഷം അവിടെ കൊടുത്ത് പോയി. എത്ര പേർക്ക് അനുഭവമുണ്ട്? 50 ലക്ഷം കൊടുത്ത് പോയി. 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു തുമ്പൂല്ല, 1 ഉറുപ്യ ലാഭം കിട്ടിയില്ല, 1 കോടി പോയി. കഷ്ടപ്പെട്ട് 4 കൊല്ലം ജോലി ചെയ്ത് 1 ഉറുപ്യ ബാക്കില്ല. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും. വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെട്ട 3 കോലം. 1, സാമ്പത്തിക പ്രതിസന്ധി. 2, റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടക്കിടെ പിണക്കം. 3-മത്തത് രോഗങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കോല. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അപ്പൊ വീട്ടിൽ നിന്ന് ബറക്കത്ത് പോവാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ പൊങ്ങി പോവല്ല. വീട്ടുനാഥന്റെ ജോലിക്ക് പ്രതിസന്ധി ഉണ്ടാകുക, കച്ചവടം കുറെ തുടങ്ങി, ഒന്നൊന്നും വരുമാനമില്ല, ഇപ്പോഴും ടെൻഷനാണ്. എന്തേ? വീട്ടിൽ നിന്ന് ബറക്കത്ത് പോയി. എന്തേ നബിയെ വീട്ടിൽ നിന്ന് ബറക്കത്ത് പോകാൻ കാരണം? പ്രായപൂർത്തിയായ ഒരു മകനില്ലയോ, അവൻ നിസ്കാരം ഉപേക്ഷിച്ചത് കൊണ്ടെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ്. നബിയെ, കാരണം എന്താണ്?
വീട്ടിൽ ഒരുത്തം നിസ്കരിച്ചിട്ടില്ല. പൊന്നുമക്കളെ, നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അടങ്ങേറ് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കുമാണ്. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് വാപ്പനോടും ഉമ്മനോടും സ്നേഹം ഉണ്ടെങ്കിൽ ലഹരിയിലേക്ക് നിങ്ങൾ പോണ്ട. 5 വക്ത് നിസ്കാരം കളാക്കണ്ട. 2 കാര്യം, വേറൊന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. 2 കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം ഖൈറാണ്. 5 വക്ത് നിസ്കാരം കറക്റ്റ്. വാപ്പ കിടന്നുറങ്ങാണെങ്കിൽ മോനെ 5 മണിക്ക് 5:30 മണിക്ക് എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കാം. ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. ജോലിയിൽ പ്രതിസന്ധിയാണ്. എന്തേ കാരണം? വീട്ടിൽ നിന്ന് നിസ്കാരം നടക്കുന്നില്ല. കച്ചവടം പൊളിഞ്ഞു. എന്തേ കാരണം? വീട്ടിൽ നിന്ന് നിസ്കാരം കളയാകുന്നു. വാപ്പാര് ചിന്തിക്കുക, കച്ചവടക്കാര് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ട് ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിലെ നിസ്കാരം കറക്റ്റ് നടക്കുന്നുണ്ടോ? പൊന്നുമക്കളെ, നമ്മൾ കാരണം നമ്മുടെ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന വാപ്പാക്ക് പ്രയാസം ഉണ്ടാകരുത്, ഉമ്മാക്ക് പ്രയാസമുണ്ടാകരുത്, വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാവരുത്, വാപ്പായും ഉമ്മായും തമ്മിൽ പിണക്കം വരാൻ കാരണം നബി തങ്ങൾ പറഞ്ഞു വെക്കുന്നത് വീട്ടിൽ നിന്ന് നമസ്കാരം നടക്കാതിരിക്കലാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ കാരണം നമ്മുടെ വാപ്പയും ഉമ്മയും അവർക്കിടയിൽ പ്രതിസന്ധി വരാൻ പാടുള്ളതല്ല. ഗൗരവം. 2 കാര്യം, വേറൊന്നും ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. 5 വക്ത് ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക. എവിടെ പോയാലും നിങ്ങൾ ടൂർ പോയിക്കോ, നിങ്ങൾ ഊട്ടിക്ക് പോയിക്കോ, ഒരു ബേജാറുമില്ല. നിങ്ങൾ അർജന്റീനന്റെ ജേഴ്സിട്ട് നടന്നോ, ബേജാറില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോണോ? അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങൾ ബ്രസീലിന്റെ കുപ്പായട്ടോ, ഒരു കുഴപ്പമില്ല. അള്ളാഹ്ക്ക് അതുകൊണ്ട് ബേജാറില്ല. അള്ളാഹ് പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് പോവാ. ലഹരി എടുത്തിട്ട് ചെറിയിൽ വെക്കാണ്ടിരിക്കുക, കുത്തി കയറ്റാണ്ടക്കുക, വാപ്പാനെ മാനെ സ്നേഹിക്കുക. നിങ്ങളുടെ ദീൻ പൂർത്തിയാകാൻ പോവാണ്. റമളാൻ ആയാൽ എല്ലാവരും നോമ്പെടുക്കും. സക്കാത്ത് ആയാൽ കൊല്ലം തികഞ്ഞാൻ കൊടുത്താൽ മതി. ഹജ്ജിന് പോകാൻ വകുപ്പുണ്ടെങ്കിൽ മനിസ്തതാ ഇലൈഹി സബീല, തടി കൊണ്ട് സമ്പത്ത് കൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള താക്കത്ത് ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകണം. പക്ഷെ നിസ്കാരം ബുദ്ധി ഉണ്ടേ നിസ്കരിക്കണോന്നാണ്. ഷഹാദത്ത് നമ്മളെ വാപ്പയുമേ മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളായി ബൈ ബർത്ത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ്. നിസ്കാരം ശ്രദ്ധിക്കുക, ലഹരിയിലേക്ക് പോകാതിരിക്കുക. നിസ്കാരം ശ്രദ്ധിച്ചാൽ എല്ലാ വേറെ തിന്മകളിൽ നിന്നും നമ്മുടെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് 2 കാര്യം, നിങ്ങൾക്ക് പിന്നെ വ്യഭിചരിക്കാനുള്ള ചിന്ത വരൂല. മഹാനായ ഇബ്നു അത്താഇ തങ്ങൾ തന്നെ പറഞ്ഞതാണ്, സ്ഥിരമായി നിസ്കാരം ഖളാക്കുന്നവനാണ് അവൻ വ്യഭിചാരം പോലുള്ള തിന്മ അവന്റെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിസ്കാരം സ്ഥിരമായിട്ട് ഖളാക്കുന്ന ആളുടെ ജീവിതത്തിൽ വ്യഭിചാരം പോലത്തെ തിന്മകൾ വരാൻ സാധ്യതയുണ്ട്. ഇന്ന സ്വലാ, നിസ്കാരമുണ്ടല്ലോ, അത് എല്ലാ ഫാഹിഷത്തിൽ നിന്നും തെമ്മാടിത്തരങ്ങളിൽ നിന്നും ഒരു ഹിജാബാണ്, മറയാണ്, മോചനമാണെന്ന് ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കറക്റ്റ് ആണോ? നിങ്ങളുടെ ഖൽബിൽക്ക് വ്യഭിചാരത്തിന്റെ ചിന്ത അല്ലാഹു തരൂല. ഉണ്ടെങ്കിൽ തന്നെ പതുക്കെ മായ്ച്ചു കളയും. പിന്നെ ഒരു അന്യ പെണ്ണിനെ കണ്ട ഖൽബിൽ പിശാച് കയറി കൂടുന്നത് നിസ്കാരം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ മാതാപിതാക്കളുടെ വിഷയം ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ആരാണ് നല്ല ഭാര്യ, അത് കഴിഞ്ഞിട്ട് ആരാണ് നല്ല ഭർത്താവ്, ആരാണ് നല്ല മാതാപിതാക്കൾ, ഇത് പറഞ്ഞാൽ നമ്മുടെ വിഷയം വൈൻഡപ്പായി. വിഷയങ്ങളാണ്, അതുകൊണ്ട് നെഞ്ചു തുറന്നിട്ട് കേൾക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലവരാരാന്നറിയോ? ഭാര്യനോട് നല്ലപോലെ പെരുമാറുന്നവരാണ്. ഏറ്റവും നല്ല പെരുമാറ്റം പെരുമാറുന്നവരാണ്.
യാ റസൂലല്ലാഹ് നബിയേ നല്ല പെരുമാറ്റമെന്നാ അതെന്താണ് നബിയേ? കൊച്ചുകുട്ടികളെ പോലെ നിഷ്കളങ്കരായ സ്വഹാബത്ത് ചോദിക്കുകയാണ്, നല്ല പെരുമാറ്റം, നല്ല എന്താണത്? വിധങ്ങൾ പറഞ്ഞു, രണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കലാണ്. അല്ലാമാ ഇബ്നു ഹിബ്ബാൻ തങ്ങളാണ് ഉദ്ധരിക്കുന്നത്. രണ്ട് തിന്മകൾ ചെയ്യാണ്ടക്ക ഭാര്യമാരോട്, അതാണ് അവരോടുള്ള ഏറ്റവും നല്ല പെരുമാറ്റമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ് നബിയേ, ഏതാണ് ആ രണ്ട് പെരുമാറ്റങ്ങള്? ആ രണ്ട് കാര്യങ്ങളേതാ? നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തേത് അനാവശ്യമായി ഭാര്യമാരോട് ദേഷ്യം പിടിക്കരുത്, വെറുതെ ദേഷ്യം പിടിക്കരുത്. രണ്ടാമത്തത് ഒരിക്കലും അവരെ വഞ്ചിക്കരുത്. രണ്ട് കാര്യമാണ്. ഒന്നാരുസ്താദെ അതേ ഉള്ളു വീട്ടില് ഉള്ള തുറന്നാല് മൂപ്പര് ദേഷ്യം പിടിക്കൂ. ഫോൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ വഞ്ചനന്റെ ഒരു മാലപ്പടക്കാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷ ഉണ്ടാകൂല എന്നാണ്. ഗൗരവമുള്ള വിഷയമാണ്. നെഞ്ചു തുറന്ന് കേൾക്കാൻ പഠിക്കുക. എന്റെ വകല്ല, ഒക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ്. പൊന്നാരുസ്താദെ, നിങ്ങളിപ്പോ കഴിഞ്ഞ 4 മാസം മുമ്പല്ലേ പെണ്ണ് കിട്ടിയത്? 4 കൊല്ലം കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾ അത് പറയോ? ഞാൻ കല്യാണം കഴിക്കുന്നതിന്റെ 5 മാസം മുമ്പാണ് എന്റെ നിക്കാഹും കല്യാണമൊക്കെ കഴിഞ്ഞത്. അപ്പൊ അതിന്റെ മുമ്പ് ഈ വിഷയം സംസാരിക്കുമ്പോ കുറേ ആൾക്കാര് വയല് കഴിഞ്ഞാൽ പറയും, പൊന്നാ കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ഈ വിഷയം പറയാൻ നോക്കാലോ, കെട്ടിയിട്ട് പറയും ഉസ്താദേ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ബർക്കത്ത് ചൊരിയട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ സമാധാനം തരട്ടെ. പൊന്നാരുസ്താദ് ഓളെ കളി കണ്ടിട്ട് ദേഷ്യം പിടിക്കല്ല, കൊന്നുപോകും. പിന്നെ എനിക്ക് ജയിലിൽ പോകാൻ പേടിയുള്ളതുകൊണ്ടാ കൊല്ലാത്തത്. അങ്ങനെയൊക്കെ പറഞ്ഞ പുതിയാപ്പിളാരുണ്ട്. യാ റസൂലല്ലാഹ് മുത്തുനബിയേ, ഏറ്റവും നല്ല പെരുമാറ്റം രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണത്? അവരോട് ദേഷ്യം പിടിക്കരുതേ, അനാവശ്യമായ ദേഷ്യം വേണ്ട, വഞ്ചന പാടില്ല. ഹബീബ് റസൂലുള്ളാഹ് ഭാര്യമാര് ഭർത്താവിൽ നിന്ന് എന്തും സഹിക്കും. രണ്ട് കാര്യം അവർക്ക് സഹിക്കാൻ പറ്റൂല എന്നാണ് സൈക്കോളജി പറഞ്ഞത്. ഒന്നാമത്തെ വിഷയം വഞ്ചനയാണ്, വിശ്വാസ വഞ്ചന. അത് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റൂല, ക്ഷമിക്കാൻ പറ്റും. പക്ഷേ വലിയ മുറിവുണ്ടാക്കുന്ന കാര്യമാണ്, കുടുംബജീവിതം അങ്ങോട്ട് പൊളിഞ്ഞു പോകുന്ന കാര്യമാണ്. അല്ലാഹു ഈമാൻ സലാമത്ത് ഗൗരവത്തോടെ പഠിക്കാം. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് രണ്ട് കാര്യം ഇന്ന് മുതൽ ഒന്ന് കൺട്രോൾ ചെയ്യാം. ദേഷ്യം അത് മാറ്റിവെക്കാം. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും കൊണ്ടുവരാൻ. ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ വ ഇന്ന അഅവജ ശൈഇൻ ഫിൽ ളിലഇ അഅലാ ഫഇൻ ذهبت تقيمه كسرته وإن تركته لم يزل أعوجا فاستوصوا بالنساء خيرا. ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും, ഉസ്താദേ ഓളെ കളി കണ്ടിട്ട് ദേഷ്യമല്ല, കൊന്നുപോകും, ജയിലിൽ പോകേണ്ട പേടിയുള്ളതുകൊണ്ട് കൊല്ലാത്തതാണ്. അത് പറയുന്നവർക്കുള്ള മറുപടിയാണ് വിശുദ്ധ റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്. ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ, ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഏറ്റവും വളഞ്ഞ എല്ലുകൊണ്ടാണ്, വാരിയെല്ലിൽ നിന്ന് ഏറ്റവും വളഞ്ഞ എല്ലെടുത്തിട്ടാണ് ഒരു പെണ്ണിനെ അല്ലാഹു നിർമ്മിച്ചിട്ടുള്ളത്. വാരിയെല്ല് ഏറ്റവും വളഞ്ഞെല്ല് ഏറ്റവും മുകളിലുള്ളതാണ്. ആ വാരിയെല്ലിൽ നിന്ന് ഏറ്റവും വളഞ്ഞെല്ല് അതിങ്ങോട്ട് എടുത്തിട്ടാണ്. ഇതെങ്ങനെയാണെന്ന് ചിന്തിക്കണ്ട, അത് അല്ലാഹും റസൂലും പറഞ്ഞതാണ്. അത് വിശ്വസിക്കാന്നുള്ളതാണ് ഈമാൻ. ആ ഇമാം ബുഖാരി തങ്ങൾ മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചതാണ്. ഏറ്റവും വളഞ്ഞ എല്ലെടുത്തിട്ട് അതിന്നാണ് ഹവ്വാ ഉമ്മയെ, ലോകത്ത് ആദ്യമായി സ്ത്രീ ജന്മം അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
അങ്ങനെയുള്ള വളഞ്ഞ എല്ലുകൊണ്ടാണ് സ്ത്രീജനങ്ങളെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളഞ്ഞ എല്ല് നിവർത്താൻ പെട്ടെന്ന് ശ്രമിച്ചാ അത് പൊട്ടിക്കേണ്ടി വരും. ഒരു വളഞ്ഞ എല്ല് പെട്ടെന്ന് നൂർത്താൻ നോക്കിയാൽ അത് പൊട്ടിപ്പോകും. ഇനി ഒന്നും ചെയ്യാണ്ട മൈൻഡ് ചെയ്യാതെ അല്ലേ പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചാൽ കാലാകാലം വളഞ്ഞല്ല അങ്ങനെ തന്നെ ഉണ്ടാകും. അത് രണ്ടും വേണ്ട. പെണ്ണല്ലേ മൈൻഡ് ചെയ്യണ്ട അങ്ങനെ വിചാരിക്കരുത്, ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വളിച്ചു നിവർത്തി പൊട്ടിച്ച് ആകെ ഇടങ്ങാറാക്കാതും പാടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. നിങ്ങൾ ഏറ്റവും നല്ല പോലെ അവരോട് പെരുമാറണേ. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ എടങ്ങേറാക്കണ്ട, നല്ല പോലെ പെരുമാറുക. ഉറപ്പാണ് സ്ത്രീകൾക്ക് ഒരല്പം ഒരുപക്ഷെ പെട്ടെന്ന് ചിലത് ഉൾക്കൊള്ളാൻ പറ്റാതെങ്കിലും പറഞ്ഞിരിക്കും. അതെന്ത് ചെയ്യരുത്, പറഞ്ഞു പറഞ്ഞു വലുതാക്കി. എന്നാ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്ക്, ധൈര്യം ഉണ്ടെ നിന്റെ വാപ്പാനെ കൊണ്ടുവാ, മര്യാദക്ക് നിന്നോ, ഇറങ്ങിപ്പോടി, പറയാൻ പാടുള്ളതല്ല. അവരോട് നല്ലപോലെ പെരുമാറണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ് തങ്ങൾ ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്, അൻ മുആവിയത്ത് ബിനി മഹാനായ മുആവിയത്ത് ബിനി ഹൈദ റളിയല്ലാഹു അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. മുആവിയത്ത് ബിനി ഹൈദ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നു. യാ റസൂലല്ലാഹ്, നബിയേ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി, ഞങ്ങൾക്കിടയിലുള്ള ഒരു ഭർത്താവിന് ആ ഭർത്താവിന്റെ ഭാര്യയോടുള്ള ഹഖ് ഏതാണ്, ബാധ്യതകൾ ഏതാണ് നബിയേ? ഞങ്ങൾക്ക് കെട്ടിയോളോടുള്ള ബാധ്യതകൾ ഏതൊക്കെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാ, സ്വഹാബാ, അൻ തുത്ഇമഹാ ഇദാ തുഇംത വതക്സുഹാ ഇദാ ഇക്തസൈത ولا تضرب وجهها ولا تقبح ولا تحجر إلا في البيت. ഭർത്താവിന് ഭാര്യയോടുള്ള കടപ്പാടുകൾ ഏതാണ്? കടപ്പാടുകൾ ഏതാണ്? ഏതൊക്കെയാണ് കടപ്പാടുകൾ? നബി തങ്ങൾ പറഞ്ഞു, നീ ഭക്ഷിക്കുകയാണെങ്കിൽ അവൾക്കും ഭക്ഷണം കൊടുക്കണം. നീ ഡ്രസ് ഇടുകയാണെങ്കിൽ, വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവൾക്കും നീ വസ്ത്രം ധരിച്ചു കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. പിന്നെയോ വലാ തൽറിബ്, നീ അവൾ ഒരിക്കലും അടിക്കരുത്. എവിടെ? അൽ വജ്ഹ, അവർ മുഖത്തേക്ക് ഒരിക്കലും അടിക്കരുത്. മുഖത്തടിക്കരുത്. ഇത് റസൂലുള്ളാഹിന്റെ സ്ട്രിക്റ്റ് ആയ നിർദ്ദേശമാണ്. അവരുടെ മനസ്സിനെയോ ശരീരത്തെയോ നീ വികൃതമാക്കി കളയാൻ പാടുള്ളതല്ല. ശരീരം വികൃതമാക്കുക പാടുള്ളതല്ല. അവളുടെ മുഖത്തിന് വൈരൂപ്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും അക്രമം പാടില്ല. ഒരിക്കലും അവളോട് പിണങ്ങരുതേ. വീട്ടിൽ നിന്നല്ലാതെ ഒരിക്കലും പുറത്തു പോകുമ്പോ അവളോട് പിണങ്ങാൻ പാടുള്ളതല്ല. പിണങ്ങാം, എന്തെങ്കിലും തെറ്റ് കാണും, അത് വീട്ടിൽ മാത്രം ഒതുങ്ങണം. പുറത്തു പോയിട്ട് അവളോട് ഒരു നിലക്കും പിണങ്ങാൻ പാടുള്ളതല്ല. ഭാര്യയും ഭർത്താവും വേറൊരു സ്ഥലത്തേക്ക് പോയി പിണങ്ങാൻ പാടുള്ളതല്ല. രണ്ടുപേരും ഒരുമിച്ച് ഒരു ഷോപ്പിങ്ങിന് പോയി ഷോപ്പിംഗ് മോളിൽ വെച്ചുകൊണ്ട് പരസ്പരം വർത്തമാനമായി പിണങ്ങാൻ പാടുള്ളതല്ല. രണ്ടുപേരും ഒരാഴ്ചക്ക് അല്ലെങ്കിൽ 2 ആഴ്ച സമയത്തേക്ക് ഉംറക്ക് പോയി പിണങ്ങാൻ പാടുള്ളതല്ല.
വീട്ടിൽ നിന്ന് മാത്രം പുറത്തെത്തിയാൽ ഏറ്റവും ക്ലോസ് ആയിരിക്കണം നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പുതിയാപ്പിളക്ക് പുതിയണ്ണിനോടുള്ള ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വെറുതെ ദേഷ്യം ഉണ്ടാക്കുക, അടിപിടി, അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ദുനിയാവിൽ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന ഇടം നമ്മുടെ വീടാണ്. അങ്ങാടിയിൽ ഇറങ്ങിയിട്ടല്ല. ദീനിയായ ഹാപ്പിനെസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം നമ്മുടെ വീടാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞത് ലിതസ്കുനൂ ഇലൈഹാ. വിവാഹമെന്ന് പറയുന്നത് അവളോടൊരുമിച്ച് സമാധാന ജീവിതത്തിനാണ്, സന്തോഷ ജീവിതത്തിനാണ്. വജഅല ബൈനകും മവദ്ദത വറഹ്മ. വുദ്, സ്നേഹം, ലവ് വിത്ത് കെയർ, ഇതാണ് അതിന്റെ അടിത്തറ എന്ന് പരിശുദ്ധമായ അധ്യാപനങ്ങൾ നമ്മളോട് ഉണർത്തി തരികയാണ്. അനാവശ്യമായ ദേഷ്യവും വഞ്ചനയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അല്ലാഹു നമ്മൾക്ക് ഈമാൻ സലാമത്താക്കട്ടെ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാന്റെ മുന്നിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർന്നവരെ, ഉമർന്നവരെ, ഞാൻ എന്റെ ഭാര്യനെ ത്വലാഖ് ചെല്ലാൻ പോവാണ്. എന്തു പറ്റി നിനക്ക്? എന്തിനാ ത്വലാഖ് ചെല്ലുന്നത്? യാ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് അവളോട് സ്നേഹം തോന്നുന്നില്ല. അമീറുൽ മുഅ്മിനീൻ, ഉമർന്നവരെ, എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹം സമാധാനം തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് കെട്ടിയോളോട് സ്നേഹം തോന്നുന്നില്ല. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഒരു വടിയെടുത്തു കൊണ്ടുവന്നു ആ മനുഷ്യനെ അടിക്കുകയാണ്. മോനെ, നീ എന്താ വിചാരിച്ചത്? കുടുംബ ജീവിതം എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ഇങ്ങനെ സ്നേഹം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഇടമാണോന്നാ? ഞങ്ങളൊക്കെ എല്ലാ ദിവസവും സ്നേഹം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയല്ല. കുടുംബ ജീവിതമാകുമ്പോ ഇടയ്ക്കിടെ ചില പ്രതിസന്ധികൾ വരും. ഇടയ്ക്ക് ചില പ്രതിസന്ധികൾ വരും. അത് പറഞ്ഞു വലുതാക്കിയിട്ട് കെട്ടിയോളെ ത്വലാഖ് ചെല്ലുകയല്ല വേണ്ടത്, അത് പരിഹരിക്കലാണ്. ഇയാൾ വിട്ടില്ല. യാ അമീറുൽ മുഅ്മിനീൻ, പൊന്നാര ഉമർന്നവരെ, എന്റെ പ്രശ്നം ഇതൊന്നുമല്ല. എനിക്ക് എന്റെ ഭാര്യന്റെ അടുത്ത് ഒരു സമാധാനം കിട്ടുന്നില്ല. എന്നും പ്രശ്നമാണ്. ഇടക്കുള്ള പ്രശ്നമല്ല, ഇടക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന അടി അങ്ങോട്ട് കിട്ടിയ പറഞ്ഞു, പൊന്നാര ഉമർന്നവരെ, എന്നും പ്രശ്നമാണ്, ഒരു ദിവസം സമാധാനമല്ല. അപ്പോ എനിക്ക് ഇതൊന്ന് രക്ഷപ്പെടാൻ ഉപദേശം തരണം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആ വന്നയാളോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു കഥ പറഞ്ഞു തരാ. നബി പറഞ്ഞു തന്ന ഒരു ഉപദേശം ഞാൻ പറഞ്ഞു തരാ. നീ ഓളോട് ചുമ്മാ ദേഷ്യം പിടിക്കണ്ട. ചോദിച്ചു, പിന്നെ വല്ലതുണ്ടോ? തുമ്മയാ അമീറൽ മുഅ്മിനീൻ, വേറെ വല്ലതുണ്ടോ? ലാ തൽഗബ്, ദേഷ്യം പിടിക്കണ്ട. പിന്നെ വല്ലതും? ലാ തൽഗബ്, ദേഷ്യം പിടിക്കണ്ട. മൂപ്പര് തിരിച്ചുപോയി. ഇമാമിങ്ങൾ പറയാണ്, തിരികെ വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, അയാള് തിരികെ വന്നു. യാ അമീറൽ മുഅ്മിനീൻ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഞാനും എന്റെ ഭാര്യയും പടച്ചവനെ ഏറ്റവും മനോഹരമായ ജീവിതത്തിലാണ്. ദേഷ്യം കൽബിൽ അങ്ങോട്ട് മാറ്റി വെച്ചു. കുടുംബത്തിൽ സമാധാനം വരാൻ തുടങ്ങി. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും. വെറുതെ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും
നല്ല ഭാര്യ ആരാന്ന് പറയാൻ പോവാൻ അല്ല, ഇപ്പൊ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടാവും ഭാര്യ. നിങ്ങൾ വരി വീട്ടിൽ കാണിച്ചു തരാം. ദേഷ്യം ഇന്ന് അവസാനിപ്പിക്കാം. റസൂലുള്ള ദേഷ്യം പിടിച്ചിട്ടില്ല. വളരെ 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 അപൂർവം. കിതാബ് മുഴുവൻ തപ്പിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഭാര്യമാരോട് അല്പം ഇഷ്ടക്കേട് തോന്നിയത് ആകെ 9 സ്ഥലത്ത് മാത്രമാണ്. 9 സംഭവങ്ങൾ. 9 ഭാര്യമാരോടൊപ്പം ജീവിച്ചിട്ടുണ്ട് നബി തങ്ങൾ ഒരേ നിമിഷം. ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷമാണ് നബി തങ്ങൾ ഒന്നിലേറെ കല്യാണം കഴിച്ചത്. 9 കൊല്ലം 9 ഭാര്യമാര് കൂടെ ഉണ്ടായിട്ട് ആകെ 9 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഉസ്താദ്, ഒരു ഭാര്യ 7 ദിവസം 150 സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാര്യയേ ഉള്ളൂ. കഴിഞ്ഞ 10 ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായതും ഡയലോഗ് അടിച്ചതും ഇൻസൾട്ട് ചെയ്തതും കണക്കൂട്ടി എഴുതിയാൽ 100 മിനിമം ഉണ്ടാവും. അവിടെയാണ് 9 ഭാര്യമാരോടൊപ്പം 9 കൊല്ലം ജീവിച്ചിട്ട് ആകെ ഉണ്ടായത് 9 സംഭവങ്ങളാണ്. എത്രമേൽ സ്നേഹത്തോടെയാണ് നബി തങ്ങൾ പെരുമാറുന്നത്. വളരെ വളരെ സ്നേഹത്തോടുകൂടി എന്ത് വന്നാലും അങ്ങനെയുള്ള ഒരു മാതൃകയാവണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. ഒറ്റ സംഭവം മാത്രം നബി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒറ്റ കാര്യം മാത്രം പറയാം. ഞാൻ പലയിടങ്ങളിലും അത് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ ബഹുമാനിച്ചിട്ടില്ല എന്ന് പറയുന്ന യുക്തിവാദികൾക്കുള്ള വലിയ മറുപടി കൂടിയാണ് ഇന്ന് വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് യുക്തിവാദം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഫിത്നയാണ്. ഓരോ സംശയം അല്ലണ്ടോ എന്നിട്ട് എവിടെ കയ്യും കാലും ഇതാക്ക. പുതിയ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്ന പുതിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ രക്ഷിതാക്കളോട് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ പെൺകുട്ടി ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ തൊട്ട് ഉരുമ്മി ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ ഒരുമിച്ചിരുന്ന് ഒരു ബെഞ്ചിൽ ഇങ്ങനെ തൊട്ടുരുമ്മി ഇരുന്നിട്ട് സ്കൂൾ പഠനം നടത്തിയിട്ട് നിങ്ങളുടെ ആഖിറം അല്ലാഹു നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്തേക്ക് സ്കൂളിനകത്തേക്ക് കൊണ്ടുവരാൻ അനുവദിച്ചുകൂടാ. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇത് മതപരമായ വിഷയമാണ്. രാഷ്ട്രീയക്കാരെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയത്തെയും ഞാൻ ഇവിടെ പറയുന്നതല്ല, മതപരമായ വിഷയമാണ്. മക്കളുടെ ദീന് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്. മക്കൾ ഓലായിക്കോട്ടെ എന്നല്ല, മക്കളുടെ ദീൻ നമ്മുടെ ദീനാണ്. അവര് പിയച്ചാൽ ആഖിറത്തിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ദീനി വിഷയമാണിത്. അത് പറയൽ കർത്തവ്യമായതുകൊണ്ട് പറയാൻ ഗൗരവത്തോടെ ഇടപെടണം. നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന അധ്യാപകന്മാരോട് വിളിച്ച് വളരെ ഗൗരവത്തോടെ സ്നേഹത്തോടെ പറയണം, സാറേ ഈ പറയപ്പെടുന്ന വിഷയങ്ങളൊക്കെ ശരിയാണ്, അത് സ്കൂളിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചിലത് ആലോചിക്കേണ്ടി വരും. മക്കൾ അങ്ങോട്ട് അയക്കണോ എന്നതുപോലും ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും. ആ കാര്യങ്ങൾ വകവെച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. സർവേ നടത്തിയിട്ട് അനുകൂലമായിട്ട് ചെറിയിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. എഡ്യൂക്കേഷനായിട്ട് ബന്ധമുള്ള ആളുകൾക്കൊക്കെ അറിയാം. അനുകൂലമായ ആളുകളിൽ നിന്ന് ഒരു സർവേ നടത്തിയിട്ട് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. ആവശ്യമുള്ള കാര്യം കണ്ട് പിക്ക് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇത്രയും കുട്ടികളെ എല്ലാം സപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ കുറച്ച് മൊയിലാമാര് മാനന്തന്മാര് മാത്രമാണ് ഈ ഡയലോഗ് അടിക്കുന്നത്, നിങ്ങൾ സമസ്തക്കാര് പൊട്ടന്മാര് ലോകം തിരിയാത്തവര്, അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകളുണ്ട്, നിങ്ങൾ കുറച്ച് ഇസ്ലാമിക സംഘടനകൾ പൊട്ടന്മാര് ഡയലോഗ് അടിക്കുന്നത്. കേരളത്തിലെ കുട്ടികൾ മുഴുവനും ഇത് അനുകൂലമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് നടപ്പിലാക്കാനുള്ള ശ്രമമുണ്ടാകും. അതിശക്തമായിട്ട് നേരിടണം. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന് ആണും പെണ്ണും ഒരു കുഴപ്പമില്ല, സമമാണ്. അവർക്ക് ഒരു ടോയ്ലറ്റ് മതി, അവർക്ക് ഒരുമിച്ച് ഇരുന്ന് പഠിക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ടോയ്ലറ്റ് ആണ്, സെപ്പറേറ്റ് എല്ലാം സെപ്പറേറ്റ് ആണ്. എന്നിട്ടും എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. വളരെ അബദ്ധങ്ങൾ നടക്കുന്നില്ലയോ? നമ്മുടെ സ്വന്തം അള്ളാഹുവിന്റെ ദുനിയാവിലും ആഖിറത്തിലും ഗുണം കിട്ടേണ്ട മക്കൾ ഇങ്ങനെ കണ്ട അന്യപുരുഷന്മാരോട് തൊട്ടുരുമി കാണൽ പോലും ഹറാമുള്ള പഠനമായതുകൊണ്ടാണ് അത് ശരീഅത്ത് ഒരു റുഖ്സ, ഒരു ഇളവ് കൊടുക്കുന്നത്. അതല്ലാതെ റുഖ്സയില്ല. അതിന് പകരം ഇങ്ങനെ തൊട്ടുരുമിരിക്കാം, ഒന്നിച്ചൊരുമിച്ച് ടോയ്ലറ്റിലേക്ക് പോകാം. അവർക്ക് വേണമെങ്കിൽ പ്രണയം പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് ജീവിതത്തിന് പഠനത്തിന് നല്ലത്, മനസ്സിന് ആശ്വാസം കിട്ടുന്ന കാര്യമാണ് പ്രണയം. അതുകൊണ്ട് നിങ്ങൾ പ്രണയിച്ചോളൂ എന്ന് സമ്മതം കൊടുക്കുകയാണ്. പഠനം അത് പഠിപ്പിക്കുകയാണ്, പാഠ്യപദ്ധതിയിൽ അത് ഉൾപ്പെടുത്തുകയാണ്. എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ് പ്രണയം കുഴപ്പമില്ല. പണ്ട് മതമില്ലാത്ത ജീവൻ പറഞ്ഞ പോലെ
എന്നിട്ടില്ലാതെ പാവപ്പെട്ട മക്കളെ കൂടി അതിലേക്ക് വലിച്ചിടുകയാണ്. സ്വതന്ത്രമായിട്ടുള്ള സ്വവർഗരതികൾ, ഒരാണും തമ്മിൽ കല്യാണം കഴിക്കാം, പെണ്ണും കല്യാണം കഴിക്കാം. ഇങ്ങനെയൊക്കെ നമ്മുടെ തലമുറ അധപ്പതിച്ചാൽ പിന്നെ ഇവിടെ എന്ത് ദീനാ നിലനിൽക്കുന്നത്? ദീനിന്റെ വിഷയം പോട്ടെ, നമ്മുടെ മക്കളുടെ എല്ലാം നഷ്ടപ്പെടും. ദീനിയായിട്ട് എന്തായാലും നമ്മുടെ നാട് തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ട് വിഷയം ഗൗരവമാണ്. ഇടപെടേണ്ട രക്ഷിതാക്കളൊക്കെ ഗൗരവത്തോടെ ഇടപെടുക. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യമില്ല. അതൊക്കെ അറിയണം, അന്വേഷിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയിലുള്ളവരാണ്. നമ്മുടെ മക്കളുടെ വിഷയം അല്ലാഹ് നമ്മളോട് ചോദിക്കും. എന്റെ മോൻ, എനിക്ക് മക്കളായിട്ടില്ല, അല്ലാഹു സന്താനങ്ങളെ തരട്ടെ. മക്കളായാൽ അവന്റെ കാര്യം അല്ലാഹുവിനോട് ചോദിക്കും. ഹമീദ് ഖാനോട് ഹമീദ് ഖാന്റെ മോനെ പറ്റി ചോദിക്കും. ഉസ്താദിന്റെ മകനെ സംബന്ധിച്ച് ഉസ്താദിനോട് ചോദിക്കും, നാട്ടുകാരോട് ചോദിക്കൂല. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ മക്കളുടെ കാര്യം സംരക്ഷിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ: ഒരിക്കലും ഭാര്യമാരെ അടിക്കരുത്, അവരോട് അനാവശ്യമായി നിങ്ങൾ ദേഷ്യപ്പെടരുത്, വഞ്ചിക്കരുതേ. അത് പാടുള്ളതല്ല. ഭാര്യമാർ അനാവശ്യമായി അടിക്കുന്ന ആളുകളുണ്ട്. വെറുതെ അടിക്കുക, അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്. വെറുതെ തല്ലാൻ പറ്റൂല. എന്റെ പുതിയാപ്പിളല്ലേ, എനിക്കെന്തും പറയാം. ഇത് എന്റെ അയൽവാസിയിൽ എനിക്കെന്തും കാട്ടാം. ഇത് ഞാൻ കെട്ടിയ പെണ്ണല്ലേ, എനിക്ക് അടിമയാക്കി നിർത്താൻ പാടില്ല. മഹാനായ ഇയാസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബീ ദുബാബ് റളിയല്ലാഹു തആല പറയുകയാണ്. ഇയാസ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തൽരിബു ഇമാ അല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ തല്ലരുത്. ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ദാവൂദ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് സിഹാഹ് സിത്തയിൽ പെട്ടതാണ്. വളരെ പരമാർത്ഥമായ സംഭവമാണിത്. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സഹാബ, നിങ്ങൾ പരേ പോയിട്ട് ഒരിക്കലും ലാ തൽരിബു, നിങ്ങൾ തല്ലുകയേ ചെയ്യരുത്. മാ അല്ലാഹ്, ഭാര്യമാരെ, അല്ലാഹുവിന്റെ ദാസിമാരെ നിങ്ങൾ തല്ലരുത്. അള്ളാന്റെ ദാസിമാരെന്ന് പറഞ്ഞാൽ കെട്ടിയോള്, നിങ്ങളെ വീട്ടിലുള്ള ഭാര്യമാരെ തല്ലരുത്. നബിതങ്ങൾ നിയമം പാസാക്കി. പിന്നെ അള്ളാന്റെ റസൂല് തല്ലണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരും തല്ലൂല. അവിടെ ഉള്ള എല്ലാവരും ശാന്തരായി. മദീനയിലുള്ളപ്പോ സംഭവിച്ചൊരു സംഭവമാണിത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. മഹാനായ ഉമർ എന്നവർ നബിതങ്ങളുടെ മുന്നിലേക്ക് വന്നു. ഇലാ റസൂലില്ലാഹ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വന്നു. ഫഖാൽ, ഉമർ എന്നവർ പറഞ്ഞു, നബിയേ, വഇർനൻ നിസാഉ അലാ അസ്വാജിഹിന്ന. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബിയേ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങളെ തല്ലണ്ടെന്ന് പറഞ്ഞ വിവരം പെണ്ണുങ്ങളൊക്കെ അറിഞ്ഞ്. അപ്പൊ എന്ത് ഡയലോഗ് അടിച്ചാലും പുതിയാപ്പിളാര് തല്ലൂലല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളെ ഭാര്യമാര്, മദീനത്തെ പെണ്ണുങ്ങളൊക്കെ കയർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയാപ്പിളാരോട് കുറച്ച് ഓവറാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കയർത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തല്ലണ്ടെന്ന് പറഞ്ഞപ്പോ തല്ല് നിന്ന് ഒരാളും പിന്നെ അനങ്ങൂല. ഇതറിഞ്ഞ പെണ്ണുങ്ങൾ കയർക്കാൻ തുടങ്ങി, ഭർത്താക്കന്മാരോട് ഒച്ചയിട്ട് സംസാരിക്കാൻ തുടങ്ങി. നബിയേ, ഞങ്ങളുടെ ഭാര്യമാർ പോലും അത് ചെയ്യാൻ തുടങ്ങി. മുഹാജിരീങ്ങളാണ് നബിയും അതുപോലെ സ്വഹാബികളായ ഫാറൂഖ് അടക്കം റളിയല്ലാഹു അൻഹു, ആ മഹാന്മാരൊക്കെ മുഹാജിറുകളാണ്. മദീനക്കാരികളായ പെണ്ണുങ്ങളെ സ്വഭാവം നബിയേ ഞങ്ങളുടെ പെണ്ണുങ്ങളും പഠിച്ചിട്ടുണ്ട്. നബിയേ, മക്കയിലെ മുഹാജിരീങ്ങളുടെ ഭാര്യമാര് പാവത്താമാർ എന്ത് പറയാലും ഉണ്ടൂല. മദീനക്കാരികൾ ഒരൽപ്പം പണക്കാരാണ് അല്ലെ. മദീന അൻസാറുകൾ കുറച്ച് സമ്പത്തുള്ളവരാണ്. മുഹാജിരുകളുള്ള സമ്പത്തൊക്കെ ഇട്ട് പോന്ന ഒന്നുമില്ലാത്ത മിസ്കീന്മാരാണ്, ഫുഖറാക്കളാണ്, ഫക്കീറന്മാരാണ്.
മക്കയിൽ അവിടുത്തെ ഭാര്യമാരൊക്കെ അടക്കം ഒതുക്കമുള്ള ഭയങ്കര ഒതുക്കമുള്ള ആളുകളാണ്. മദീനക്കാരികൾ കുറച്ച് ശബ്ദത്തിലൊക്കെ സംസാരിക്കുന്ന ശീലമുള്ള പെണ്ണുങ്ങളാണ്. അത് ഓരോ പ്രവിശ്യയുടെ ഗോത്രത്തിന്റെ നാടിന്റെ ഒക്കെ പ്രത്യേകതയാണ്. അല്ലെ, കേരളത്തിലെ പെണ്ണുങ്ങളും നോർത്തിലെ പെണ്ണുങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് സ്വഭാവത്തിൽ. അതല്ല GCCയിലെ ഗൾഫിലെ പെണ്ണുങ്ങൾ അല്ലെ. അപ്പോ ഓരോ നാടിന്റെ അനുസരിച്ച് ചില സാംസ്കാരികമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ മദീനത്തെ പെണ്ണുങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ലിബറലായി ഭർത്താക്കന്മാരോട് ഇടപെടുന്ന കൂട്ടത്തിലാണ്. ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, മദീനക്കാരികൾ പെണ്ണുങ്ങളെ കളി ഞങ്ങൾ പെണ്ണുങ്ങളും പഠിച്ചിട്ടുണ്ട്, ഓരും ഒച്ചത്തിലൊക്കെ മിണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്, വല്ലാത്ത പ്രശ്നത്തിലാണ്. ഇത് കേട്ടപ്പോ നബി തങ്ങള് തല്ലെന്ന വിഷയത്തിൽ ഒരു റുഖ്സ കൊടുക്കുകയാണ്. അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ അടിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകാണ്. അത്യാവശ്യം, വെറുതെ പോയി തല്ലണോന്നല്ല. വളരെ ഒരു ഘട്ടം പറഞ്ഞു കേട്ടില്ല, കിടപ്പറ ഒഴിവാക്കി മാറിക്കടന്നു, എന്നിട്ടും മാറിയില്ല. എന്ത് പറഞ്ഞിട്ടും അവള് കേട്ടില്ല. ദീനി വിഷയത്തിലാണ് ഈ പറയുന്നത്. ഭർത്താവിന്റെ സ്വത്ത് സംരക്ഷിക്കൽ ദീനി വിഷയമാണ്. നമസ്കാരം പോലത്തെ ഫർള് ഇത് ദീനി വിഷയമാണ്. ഹറാമിലേക്ക് പോകാതിരിക്കുന്നത് ദീനി വിഷയമാണ്. വീട്ടിലെ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി, എട്ടിയോളെ കൈകൊണ്ട് താഴെ വീണ് പൊട്ടി, ദേഷ്യം പിടിക്കണ്ട. അബദ്ധത്തിൽ ഭർത്താവിന്റെ മൊബൈൽ ഫോൺ തട്ടിപ്പോയി, പുതിയാപ്പളിന്റെ ഫോൺ താഴെ വീണ് സ്ക്രീൻ ഗ്ലാസ് പൊട്ടി, ദേഷ്യം പിടിക്കണ്ട, അത് അബദ്ധമാണ്, അത് മനസ്സിലാക്കണം. ഇരിക്കട്ടെ, നബി തങ്ങൾ എന്ത് ചെയ്തു? സമ്മതം കൊടുത്തു. അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരടിക്കാം. ഇത് സഹാബികളൊക്കെ അറിഞ്ഞു. മദീന മുഴുവൻ പാട്ടായി. നബി തങ്ങൾ തല്ലാൻ സമ്മതം തന്നിട്ടുണ്ട്. തല്ലു തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മദീനയിലെ ഒരു കൂട്ടം പെണ്ണുങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ ചുറ്റും ഒരുമിച്ച് കൂടുകയാണ്. ഒരു കൂട്ടം പെണ്ണുങ്ങളെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ജാഥയായിട്ട് റസൂലുള്ളാഹിന്റെ വീടിന്റെ ചുറ്റും വന്നു നിന്നു. പൊന്നാര നബിയേ, നിസാഉൻ കസീറുൻ യശ്കൂന അസ്വാജഹുന്ന, ഭർത്താക്കന്മാരെ സംബന്ധിച്ചുകൊണ്ട് പരാതിയുമായിട്ടാണ് പെണ്ണുങ്ങൾ വന്നത്. മുത്തുനബിയെ, സഹിക്കാൻ പറ്റാതെ അടി കൂടുന്നുണ്ട് നബിയെ, അടി വല്ലാതെ കൂടുന്നുണ്ട് നബിയെ, യാപ്ലാര് ഞങ്ങൾ അടിക്കുകയാണ്. സമ്മതം കിട്ടി, പഴയതും കൂട്ടി തച്ചു എന്നാണ്. ചില അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ, ഇസ്ലാം ഇങ്ങോട്ട് ഉറച്ച് മനസ്സിലേക്ക് വരാത്ത, ഇസ്ലാമിലേക്ക് വന്ന ഉടനെയുള്ള ആളുകൾ തങ്ങൾ തല്ലണ്ടെന്ന് പറഞ്ഞ് തല്ലു നിർത്തി. അത്യാവശ്യമാണെങ്കിൽ അടിക്കാൻ പറഞ്ഞപ്പോ അത് മുതലായിട്ട് എന്ത് ചെയ്യാണ്? അടി തുടങ്ങി. അവിടെ പെണ്ണുങ്ങള് വീണ്ടും നബി തങ്ങളുടെ വീടിന് ചുറ്റും കൂടി. പൊന്നാര നബിയെ, ദിയാപ്പിളാര് വല്ലാണ്ട് തല്ലാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നബി തങ്ങൾ ഈ വിഷയത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ, തീരുമാനം എടുക്കാൻ പോവാണ്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖദ് ത്വാഫ ബിആലി മുഹമ്മദിൻ നിസാഉൻ കസീറുൻ യശ്കൂന അസ്വാജഹുന്ന ലൈസ ഉലൈക ബിഖിയാരികും. കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഒന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങളെ തല്ലുന്ന പുതിയാപ്പിളാര് ബിഖിയാരികും, അവര് നല്ല ആളുകളെ അല്ല. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭാര്യമാരടിക്കുന്നവർ നല്ലവരെ അല്ല, തല്ലരുത് എന്ന നിയമം പാസാക്കുകയാണ്. ഇവിടെ ഹദീസ് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഫിഖ് കൂടി പറയണമെന്നാണ്. ഒരു മസല പറയുമ്പോൾ ഒരു ഹദീസിൽ നിന്ന് വിഷയങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യുക എന്നത് അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരാണ്. സാധാരണക്കാര് ഹദീസ് പറഞ്ഞിട്ട് ഫിഖ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞിട്ട് അത് നിങ്ങൾ ചെയ്തോളി എന്ന് പറയാൻ പാടുള്ളതല്ല.
ഹദീസും ഖുർആനും ദീനിന്റെ ഉസൂലുകളൊക്കെ പറയുന്നത് ഉലമാക്കൾ അതിൽ ഇസ്തിംബാത്ത് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാണ് ഫിഖ് എന്ന് പറയുന്നത്. ഹദീസ് പറഞ്ഞിട്ട് തോന്നിയ പോലെ ചെയ്തോളിന്ന് അങ്ങനെയല്ല. ഈ വിഷയങ്ങളൊക്കെ ചർവണം ചെയ്ത് ഫുഖഹാ, നമ്മുടെ ഉമ്മത്തികളിലെ ഫുഖഹാ, മഹാനായ ഇമാമുന ഷാഫി തങ്ങളുണ്ട്, ഇമാമുന റംലി തങ്ങളുണ്ട്, ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അടക്കമുള്ള പണ്ഡിതന്മാർ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, അല്ലാമ ഇമാം സുബ്കി തങ്ങളെ പോലെ ഒരുപാട് തങ്ങൾ, സുൽത്താനുൽ ഉലമ എന്ന പേരുള്ള ഇസ്സുദ് ബിൻ അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ട്. ഇങ്ങനെ പ്രസിദ്ധരായ ഉലമാക്കളൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഫിഖ് എന്ന് പറഞ്ഞൊരു കർമ്മശാസ്ത്രത്തിന്റെ രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അവരെന്ത് ഈ വിഷയത്തിൽ പറഞ്ഞു എന്നതുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഭാര്യമാരുടെ അടിക്കുന്ന വിഷയത്തിൽ പരിശുദ്ധമായ ശരീഅത്ത് ഫിഖ്ഹിന്റെ നിലപാടെന്താണ്? അവിടെ പ്രഗത്ഭരായ, ഞാൻ ജംഇ ചെയ്തിട്ട് മാത്രം പറയാണ്, സമയം കുറവാണ്. ഇമാമിങ്ങൾ പറയുന്നത് ദീനിയായ വിഷയത്തിൽ മാത്രം ഭാര്യമാരെ ഉപദേശങ്ങൾക്കും കിടപ്പറ ഒഴിഞ്ഞു നിന്നതിന്റെ ശേഷവും വേണമെങ്കിൽ അടിക്കാം. ദീനി വിഷയം, ദുനിയാവിന്റെ വിഷയം പറഞ്ഞിട്ട് വെറുതെ അടിക്കാൻ പാടില്ല. ഇതാണ് ഉലമാക്കളുടെ നിർവചനം. ചില ഫുഖഹാക്കൾ പറഞ്ഞത് ഇസ്ലാം സ്ത്രീകൾക്ക് എത്രമേൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്തെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ഫിഖ് ആണെന്നാണ് ഉലമാക്കൾ പറയാറുള്ളത്. വളരെ കൃത്യമായ ഒരു കർമ്മശാസ്ത്രം പരിശുദ്ധ ദീനിനുണ്ട് എന്നതാണ്. വളരെ ഏത് കാലത്തും കെടാവിളക്ക് പോലെ പ്രശോഭിച്ചു നിൽക്കുന്ന ഒരു ഫിഖ് പരിശുദ്ധ ദീനിനുണ്ട്. ആ ദീനിലെ ഫുഖഹാക്കളിൽപ്പെട്ട ചില മഹാന്മാര് പറയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ഒരു പ്രശ്നം ഭാര്യന്റെ അടുത്തുനിന്നുണ്ടായി, അവളോട് എത്ര പറഞ്ഞിട്ടും കേട്ടില്ല, മാറിക്കിടന്നു, എന്നിട്ടും നന്നായില്ല, എങ്കിൽ അവളെ അടിക്കണം. എങ്ങനെ അടിക്കണം? ഫുഖഹാക്കളിൽ ചില പ്രഗത്ഭര് പറയാണ്, അവരെ തൂവാല കൊണ്ടടിക്കാം, എങ്കിലും അവരെ വേദനിപ്പിക്കരുത്. ഇസ്ലാമിന്റെ ഫിഖ് സ്ത്രീകൾക്ക് കൊടുത്ത ആ ഒരു പ്രാധാന്യം എത്ര വലുതാണ്. എത്ര പറഞ്ഞിട്ടും കേട്ടില്ല, എന്നിട്ട് അവളെ തച്ചോ, ആ തല്ലുന്നത് കർച്ചീഫ് കൊണ്ട്, തൂവാല കൊണ്ട് വേണമെങ്കിൽ അടിച്ചോ, വടിയെടുത്തിട്ട്, ചാട്ട എടുത്തിട്ട്, അല്ലെ ഇരുമ്പ് കമ്പി എടുത്തിട്ട്, കിട്ടിയ സാധനം എടുത്തിട്ട് എറിയണ്ട, തൂവാല കൊണ്ടടിച്ചോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രക്ക് നിർമ്മലമായിരിക്കണം അടി പോലും എന്നതാണ് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതാണോ? സ്വർണം കുറഞ്ഞു, എന്തോരം വേദനയും പ്രയാസ കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, കമാ തദീനു തുദാൻ. നമ്മൾ ചെയ്യുന്നതൊക്കെ തിരിച്ചു കിട്ടിയിട്ട് അള്ളാഹ് കൊണ്ടോ, അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മളൊരു മനുഷ്യനെ എടുങ്ങാറാക്കിയാൽ അള്ളാഹ് നമ്മളെ എടുങ്ങാറാക്കും. കെട്ടിയോളെ വെറുതെ സ്വർണം കുറഞ്ഞു, എന്റെ വാപ്പക്ക് എന്തേ മണി, നിന്നെ കെട്ടുന്നതിന് പകരം ഓന്റെ മോളെ കെട്ടേന്, അല്ലെങ്കിൽ 10 ഏക്കറുള്ള മോളെ കെട്ടേന് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ്. പിന്നെ എന്ത് ജീവിതമാണ്, പിന്നെന്ത് മനുഷ്യത്വമാണ് നമ്മുടെ കൽബിലുള്ളത്? കല്യാണം കഴിച്ച് ഒരു വാപ്പ 10, 20, 18 കൊല്ലം വളർത്തി സ്നേഹത്തോടെ പൊന്നുപോലെ നോക്കി മൂപ്പരെ കൊണ്ട് പറ്റുന്നതൊക്കെ കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്തോരം വിഷമാണ് ഓരോ വാപ്പാർ അനുഭവിക്കുന്നത്. അങ്ങനെ കെട്ടിക്കൊണ്ടു വന്നിട്ട് പിന്നെ പറയുകയാണെങ്കിൽ സ്വർണം കുറഞ്ഞ്, നിനക്ക് അതില്ല ഇതില്ല, അത് പറയരുതേ. ആരാണ് ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്നനെന്നറിയുമോ? ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് കിട്ടിയവൻ, ദുനിയാവിലെ ഏറ്റവും നല്ല മതാഅ് അൽമറഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യയാണ്, സ്വാലിഹത്തായ ഭാര്യയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ പോവാ, മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ കെട്ടിയോള് ഖുർആൻ ഓതുന്നുണ്ട്, നേരം വെളുത്തിട്ട് നിങ്ങൾക്ക് ഒരു ചായന്റെ വെള്ളം തരുന്നുണ്ട്, ഓള് സുബയും കറക്റ്റ് നിസ്കരിക്കുന്നുണ്ട്, സ്വാലിഹത്തായ ഭാര്യയാണ്. അവളെ മുഖത്ത് നോക്കിയിട്ട് സമാധാനം കിട്ടുന്നുണ്ട്, ഓളോടൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട്, ഫോൺ എടുത്തിട്ട് നിങ്ങളില്ലാത്തപ്പോ ഹറാമൊന്നും ചെയ്യാത്ത പെണ്ണാണ്. അതാണ് ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ നളറ ഇലൈഹാ സർറതുഹു വഇദാ അമറഹാ
طاعته وإذا غاب عنها حفظته. ആരാണ് സ്വാലിഹത്തായ ഭാര്യ എന്നറിയുമോ? 3 വിഷയങ്ങളാണ്. നല്ല ഭാര്യയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ് നല്ല ഭർത്താവ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭർത്താവ് ആരാണ് നല്ലത്? ഭാര്യമാരെ പ്രയാസപ്പെടുത്താത്തവര്, ഭാര്യമാരെ ഇടങ്ങേറാക്കരുത്, അവരെ വെറുതെ അടിക്കാത്തവര്, സ്വർണത്തിന്റെ നിസ്സാരമായ പേര് പറഞ്ഞ് പ്രയാസപ്പെടുത്താത്തത്. ഇനി ആരാണ് ഉത്തമരായ ഭാര്യമാർ? അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വാലിഹത്തായ ഭാര്യ ആരാന്നറിയോ? ഭർത്താവ് അവളെ മുഖത്തേക്ക് നോക്കിയാ ഭർത്താവിന് സന്തോഷം കിട്ടുന്നുണ്ടോ? പുതിയാപ്പിള ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ടോ? ഭർത്താവില്ലാത്തപ്പോ ഭർത്താവിന് അവകാശപ്പെട്ടതല്ല അത് സംരക്ഷിക്കുന്ന പെണ്ണാണോ? ഈ 3 സ്വഭാവവും ഒരാളിലുണ്ടോ അവനാണ്, അവളാണ് ഏറ്റവും നല്ല ഭാര്യയെന്ന്, സ്വാലിഹത്തായ ഭാര്യയെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയാപ്പിളങ്ങളെ മുഖത്ത് നോക്കിയാൽ സന്തോഷം കിട്ടണം. കെട്ടിയോളോട് ഇങ്ങനെ ദേഷ്യം, ഇങ്ങനാണെങ്കിൽ ഓളെ മുഖത്ത് നോക്കിയാൽ സന്തോഷം ഉണ്ടാവൂല എന്നാണ്. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. നബി തങ്ങൾ തന്നെ ഒരിക്കൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാളോട് സ്ഥിരമായ ഗളബുണ്ടെങ്കിൽ, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, അത് ശൈത്താന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരാളോട് സ്ഥിരമായി ദേഷ്യം പിടിച്ചാൽ അവർക്ക് നിങ്ങളോടുള്ള ഹുബ്ബ് നഷ്ടപ്പെടുന്ന. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് തുടങ്ങിയ ദേഷ്യം പിടിക്കൽ, 10 കൊല്ലം ഇപ്പോഴും അയാൾ ദേഷ്യക്കാരനാണ്, അങ്ങനാണെങ്കിൽ ഓളെ മുഖത്ത് നോക്കിയാൽ സന്തോഷം കിട്ടൂല എന്നാണ്. ഈ 3 വിഷയം ഭാര്യമാരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഭാര്യനെ കിട്ടിയാൽ അതാണ് ദുനിയാവിൽ ഏറ്റവും ഖൈറ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാർ ഉസ്താദേ, കെട്ടിയോളം മുഖത്ത് നോക്കി സന്തോഷം കിട്ടിയിട്ടില്ല, വേറെ തരത്തിന്റെ ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ടാണ് സന്തോഷം കിട്ടുന്നത്. അങ്ങനെ പരാതിയുള്ളവര് ചിന്തിക്കാം, നമ്മൾ അനാവശ്യമായി ദേഷ്യം പിടിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയിൽ നിന്ന് നമുക്ക് സ്നേഹം മുഖത്ത് നോക്കിയിട്ട് സമാധാനം കിട്ടാത്തത്. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ അവർ ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അയ്യുമംറഅതിൻ മാതത് വസൗജുഹാ അൻഹാ ദഖലത്തിൽ ജന്ന ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, സ്വഹാബാ, ഏതൊരു പെണ്ണും അവള് മരിക്കുന്ന സമയത്ത് അവളുടെ ഭർത്താവിന്റെ പൊരുത്തമുണ്ടോ അവർക്ക് നാളെ പരലോകത്ത് സ്വർഗമാണ്. ഭർത്താവിന്റെ തൃപ്തിയിലാണ് ഒരു പെണ്ണ് മരിക്കുന്നതെങ്കിൽ അയ്യുമംറഅതിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിൽ കടന്നു. ദഖലത്തിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾക്ക് സ്വർഗ്ഗമുണ്ട്. ഭർത്താവിന്റെ പൊരുത്തുണ്ടെങ്കിലേ സ്വർഗ്ഗമുള്ളൂ. അതങ്ങനെയാണ് ദീൻ. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. പൊന്നാർ ഉസ്താദ്, ഇയാളെ തൃപ്തി കിട്ടിയിട്ട് മരിക്കാൻ പോലും ചിലപ്പോ നേരെ കിട്ടൂല, ഇയാളെ തൃപ്തി ഒരു കാലത്തും കിട്ടൂല, അങ്ങനെ ചിന്തിക്കണ്ട. ഏത് ഭർത്താവിനെയും തൃപ്തി നേടിയെടുക്കാൻ ഏത് പെണ്ണിനും സാധിക്കും. ദീനിയായി ജീവിക്കുക, പ്രതിസന്ധിയുള്ളപ്പോ ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കുക. അത് പെണ്ണുങ്ങളൊന്ന് ചെയ്തു നോക്കി.
ജോലി കഴിഞ്ഞിട്ട് എടുങ്ങേറായിട്ട് വൈകുന്നേരം വിയർത്തു കുളിച്ച് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളോട് പണ്ടേ പറഞ്ഞില്ലേ ഈ സാധനം മേടിക്കാൻ, അത് വാങ്ങിയില്ല. കുറേ സാധനം വാങ്ങിയിട്ടാ വരുന്നത്. എന്നിട്ട് ആ കവറിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കും ആദ്യം തന്നെ. നിങ്ങളോ അത് പറഞ്ഞ് നിങ്ങൾ വാങ്ങില്ല. ഹോർലിക്സ് വാങ്ങാൻ പറഞ്ഞിട്ട് എവിടെ നിങ്ങൾ പണ്ട് മുതലേ വാങ്ങിയിട്ടുണ്ടാവില്ല. കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പാണ് പട്ടിണിയൊക്കെ തിരിച്ചറിഞ്ഞത്. എന്റെ വീട്ടിൽ നിന്ന് ഈ പട്ടിണി എന്താന്ന് പോലും ഓർമ്മല്ല. ജീവിതത്തിൽ ഞാൻ പട്ടിണി അനുഭവിച്ചത് നിങ്ങളെപ്പുറം കല്യാണം കഴിച്ചു കൂടിയപ്പോഴാണ്. എന്റെ അടുങ്ങാറ് മുഴുവൻ നിങ്ങളാണ്. മാതിരി ഡയലോഗൊക്കെ ജോലിയും കഴിഞ്ഞിട്ട് വിയർത്ത് കുളിച്ചു വരുന്ന ഭർത്താവിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ ഒരു പുതിയാപ്പലിനെ പൊരുത്തം കിട്ടൂല എന്നാണ്. ഒരാൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത്, ആ ജോലിക്ക് പോകുന്നത് എന്താണ്? കെട്ടിയോളെയും മക്കളെയും മര്യാദക്ക് നോക്കാൻ വേണ്ടിയാണ്. ആ ഒരു ബോധം പ്രിയപ്പെട്ട ഉമ്മമാർക്കുണ്ട്. സ്നേഹത്തോടെയാണ് ഞാൻ ഇതൊക്കെ ഉപദേശിക്കുന്നത്. ഉണ്ടാവണം. രാത്രിയോ വൈകുന്നേരമൊക്കെ അവര് വരുമ്പോ അവരെന്താണ് കൊണ്ടുവരുന്നത് വാങ്ങി വെച്ച് അവർക്കൊരു ആശ്വാസം കൊടുത്ത്, അല്ലെ, അടുക്കളയൊക്കെ കൂട്ടിക്കൊണ്ട് എന്താണോ അവിടെ ഉള്ളത് ഭക്ഷണമൊക്കെ കൊടുത്ത്, അല്ലെ, അവരെ കൂടെ നിന്ന് അടുത്തൊരുമിച്ച് നിന്ന് സംസാരിച്ച് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ഒരാശ്വാസം കൊടുക്കുക. പയ്യെ പയ്യെ കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. ഈ ഒരു ശൈലി എന്റെ ഭാര്യമാർ, സഹോദരിമാർ ഒന്ന് ആലോചിച്ചു നോക്കി. എങ്കിൽ അവരെ പൊരുത്തണ്ടാവും. അല്ലെങ്കിൽ ഒരു പുരുഷന്റെ സ്നേഹം കിട്ടൂല. മര്യാദക്ക് ഇതേപോലെയുള്ള ഒരു പെരുമാറ്റ രീതിശാസ്ത്രം കൊണ്ടുവന്നാൽ അല്ലാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരും. ഓരോ പെണ്ണുങ്ങളൊന്ന് സ്വയം ചോദിക്കാം, ഞാൻ എങ്ങനെയാണ് ഗൾഫിലേക്ക് വിളിക്കുകയാണ്, 1-ാം തീയതി പൈസ ആയിട്ടില്ലേ, കഴിഞ്ഞ ആഴ്ച 2 ദിവസം വൈകി, ഈ മാസം 2 ദിവസം വൈകുന്നോ, 5000 10,000 അയച്ചു തരുമ്പോ മാത്രം സ്നേഹവും സമാധാനവും കൊടുക്കുക. തിരൂര് ഭാഗത്തുള്ള ഒരു 60 വയസ്സുള്ള സഹോദരൻ പറഞ്ഞൊരു അനുഭവമുണ്ട്. യാ അല്ലാഹ്, പൊന്നാരുസ്താദേ, ഞങ്ങളൊക്കെ പ്രവാസികളാണ്. പ്രവാസ ലോകത്തിന്റെ കയ്പ് നീരനുഭവിച്ച ആളുകളാണ്. എന്റെ ജീവിതത്തിന്റെ വലിയ 3/4 ഭാഗവും ഏകദേശം 10-40 വർഷം ഞാൻ വിദേശത്താണ്. എന്റെ ജോലിയും ജീവിതം മുഴുവൻ എന്റെ ഭാര്യക്കും മക്കൾക്കുമാണ്. എനിക്ക് 50 വയസ്സ് ആയ സമയം, ഏകദേശം 50-55 അങ്ങനെ എന്തോ പ്രായം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഗൾഫൊക്കെ നിർത്തി. 55 വയസ്സങ്ങാണ്ട പറഞ്ഞു, കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ നാട്ടിലേക്ക് വന്നത്, എനിക്ക് ഒരു പുല്ലിന്റെ വില, ഒരു കല്ലിന്റെ വില പോലും എന്റെ ഭാര്യയും മക്കളും തരുന്നില്ല. എനിക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല. വലിയ പ്രതിസന്ധിയിലാണ്. ജീവിതം തന്നെ വേണോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ? കഴിഞ്ഞ മാസം ഞാൻ ഒമാനിൽ 1-2 സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങളിൽ പോയിരുന്നു. വാദം പറയാം. വളരെ പ്രായമുള്ള ഒരു സഹോദരൻ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയാണ്, ഇതേ അനുഭവം കല്യാണം കഴിഞ്ഞിട്ട് 10-30 വർഷത്തിന്റെ മേലെയായി. ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് ജീവിച്ചത് 6 കൊല്ലമാണ്. 30 കൊല്ലത്തെ ദാമ്പത്യ ജീവിതം, അതായത് കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലായി. അതിനിടെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമക്കളോടൊപ്പം നിന്നത് 6 കൊല്ലമാണ്. മക്കളുടെ വളർച്ച ഞാൻ കണ്ടിട്ടില്ല. ഒരു 5-6 കൊല്ലായിട്ടേ ഉള്ളൂ ഈ വാട്സപ്പും വീഡിയോ കോളും ഇതൊക്കെ, അല്ലെ, മാക്സിമം ഒരു 10 കൊല്ലായിട്ടേ ഉള്ളൂ ഈ ഇന്റർനെറ്റ് ഇതൊക്കെ വളരെ വ്യാപകമായിട്ട്. എന്റെ ജീവിതകാലം മുഴുവനും വലിയൊരു കാലം ഞാൻ മക്കൾക്കും എൻ്റെ ഭാര്യക്കുമാണ് ജീവിച്ചത്. ഞാൻ ചോദിച്ചു, പൊന്നാരിക്ക, ഇത്രയും വയസ്സായില്ലേ, നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചൊന്ന് നാട്ടുപോയിക്കൂടെ? ആ പിതാവ് പറഞ്ഞൊരു വർത്താനുണ്ട്. ഇതേ അനുഭവം ഞാൻ നേരത്തെ UAE പോയപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ആയി 1-2 അനുഭവം മാത്രം പറയുന്നേ ഉള്ളൂ. എല്ലാ ആളുകളും ഒട്ടുമിക്കരും ഇങ്ങനെയാണ്. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അവരുടെ ഫാമിലിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വളരെ സുഖമായിട്ട് ജീവിക്കുന്നത്. ബാക്കി മിക്കരും അവരെ ഭാര്യ മക്കളും നാട്ടിലാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത്. എന്ത് സുഖമാണ് അവിടെ കിട്ടുന്നത്? എന്താണോ ഉണ്ടാക്കിക്കുക അത് തിന്നുക, എന്നിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഈ വാപ്പ പറഞ്ഞു, 60 വയസ്സായി എനിക്ക്, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിർത്തി നാട്ടിക്ക് പോയിക്കൂടെ? എനിക്കൊരു മകള് കൂടിയുണ്ട്, അവളെ രാജകുമാരിയാ കെട്ടിച്ചു പറഞ്ഞു വിടാൻ, അവളെ കല്യാണം കൂടി കഴിയട്ടെ, അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് ഒരു 60-കാരൻ പറയുകയാണ്. വേറെ 2 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളെ കല്യാണം പിന്നെ കടത്തിനായി അത് വീട്ടാൻ പിന്നെ വർഷങ്ങൾ വേണ്ടി വന്നു. വീട് പണിയായി ഇങ്ങനെ ജീവിതത്തിന്റെ 24
കൊല്ലം ഞാൻ ഭാര്യയുടെ മക്കളുടെ സാന്നിധ്യമില്ലാതെ ജീവിച്ചതാ. 30 കൊല്ലത്തിൽ 6 കൊല്ലം മാത്രമാണ് എന്റെ ഭാര്യന്റെ മക്കളെ കൂടെ ജീവിച്ചത്. 24 കൊല്ലം എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പിന്നെ 24 അല്ല, അല്ലെങ്കിൽ 24 വയസ്സിന്റെ മുമ്പുള്ള ഒന്നാമത്തെ വയസ്സ് 1 വയസ്സ് മുതലുള്ള കാലമല്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല പ്രായം, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു 10-20 കൊല്ലാണ് ഏറ്റവും മനോഹരമായ പ്രായം. അതാണ്. അത് മുഴുവൻ മിക്ക സമയവും ഞാൻ മക്കൾക്കും ഭാര്യക്കും വേണ്ടി ജീവിച്ചതാണ്. ഇങ്ങനെ തന്നെയാണ്. പെൺകുട്ടികളൊക്കെ എന്റെ വയല് കേൾക്കുന്നുണ്ടാകും. നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സുകളിൽ ഹറാമായ പ്രണയവും നിങ്ങളുടെ വാപ്പക്കും ഉമ്മക്കും മുത്തുനബിക്കും ഇഷ്ടമില്ലാത്ത തോന്നിവാസ പ്രണയങ്ങളൊക്കെ വെച്ചു നീട്ടുമ്പോൾ അന്യമതക്കാരനാണ്, അല്ലെങ്കിൽ വേറെ കോലത്തിലാണ്, കഞ്ചാവ് അടിക്കുന്നവരാണ്. ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞ അനുഭവമുണ്ട്. നല്ല പോലെ വളർത്തി വലുതാക്കിയ ഒരു പൊന്നുമോൾ 20 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. പൊന്നുപോലെ നോക്കിയാണ് വാപ്പ എന്തും വാങ്ങിച്ചു കൊടുത്ത് നല്ല മോളായി വളർത്തിയതാണ്. തൊട്ടടുത്ത് ഏതോ ഒരു ഹൈന്ദവ സുഹൃത്തുമായിട്ട് പ്രണയത്തിലായി ഒളിച്ചോടിപ്പോയി. 18 വയസ്സ് വരെ വളരെ മനോഹരമായിട്ട് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു, വീട്ടിൽ വെച്ച് വളർത്തി. പിന്നെ 2 കൊല്ലം ഏതൊരു ഹോസ്റ്റലിൽ വിട്ടു. ഇങ്ങനെയൊക്കെ വളർത്തി വലുതാക്കി 20 വയസ്സായപ്പോ ഉപ്പാനെ വേണ്ട ഉമ്മാനെ വേണ്ട ഒളിച്ചോടിപ്പോയി. മതം മാറി പൊട്ടുതൊട്ട് നടക്കാണ്. എന്റെ സദസ്സിലിരിക്കുന്ന ഉമ്മമാരുണ്ട്, +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന, 10th പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഹറാമായ മെസ്സേജ്, അതൊരു അന്യമതക്കാരനാവാം. ഒരു സൗഹൃദത്തെ നിങ്ങൾ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്നവരോട് എന്തെങ്കിലും സംസാരിക്കുന്നതോ മിണ്ടുന്നതോ അത് തെറ്റാണ്. അതൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കും, ഞാൻ ഈ ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണോ? ഞാൻ അർദ്ധരാത്രി 10 മണിക്ക് എനിക്ക് മൊബൈൽ വാങ്ങിച്ചു തന്ന വാപ്പാനെ പറ്റിച്ച് പഠിക്കുകയാണെന്ന് പറഞ്ഞ്, ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞ് ഞാൻ എന്റെ കാമുകനോടൊത്ത് മെസ്സേജ് ഇട്ട് കളിച്ച് 11:30ക്കും 12 മണിക്കും ഫോൺ അവിടെ വെച്ച് വാപ്പയുമേ ഉറങ്ങിയിട്ടുണ്ടാകും. അവര് ഈ മോള് പഠിക്കുകയാണെന്ന് കരുതി ആ വാപ്പനെയും ഉമ്മനെയും പറ്റിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മരുഭൂമിയിലെ നിങ്ങളുടെ വാപ്പാന്റെ മുഖം അതാണോ വലുത്? ഇന്നലെ പരിചയപ്പെട്ട് നിങ്ങളുടെ ശരീരം മാത്രം മോഹിച്ചു വരുന്ന 90% അതാണ്. ഞാനൊരു ഭൗതിക ക്യാമ്പസിൽ പഠിച്ച ആളാണ്, ഭൗതിക ക്യാമ്പസിൽ പഠിപ്പിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട അനിയത്തിമാരോട് പറയുന്നത്, 99% നിങ്ങളെ നശിപ്പിക്കാനുള്ളതാണ്. നിങ്ങളുടെ വാപ്പാക്ക് അത് ഇഷ്ടമല്ല, നിങ്ങളുടെ അമ്മാക്ക് ഇഷ്ടമല്ല, അള്ളാഹ്ക്കും ഇഷ്ടമില്ല, ഹബീബായ തങ്ങൾക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് അതിന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. കുറച്ച് വിഷമം ഉണ്ടാവും തുടക്കത്തിൽ, കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അവൾ എന്നെ തേച്ചു, ഇവൻ എന്നെ തേച്ചു, ഇതൊന്നും ചിന്തിക്കേണ്ടത് ദുനിയാവാണ്. നിങ്ങളുടെ വാപ്പയുടെ ഉമ്മാന്റെ മുഖം മനസ്സിലേക്ക് വരണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. ഏതൊരു വാപ്പാന്റെ സ്വപ്നമാണ് നിങ്ങളെ നല്ലൊരാൾക്ക് കല്യാണം കഴിപ്പിച്ച് സന്തോഷത്തോടെ പറഞ്ഞു വിടണമെന്ന അവരുടെ ആ സ്വപ്നത്തിന്റെ മേൽ നിങ്ങൾ കത്തിവെക്കരുത്. നിങ്ങൾ ആലോചിക്കുക, ഇവൻ അല്ലാഹുവിനെ പേടിയുള്ള ആളാണോ? ഇവൻ നിസ്കരിക്കുന്നയാളാണോ? ഇവൻ ഏതെങ്കിലും ലഹരിക്ക് അഡിക്റ്റ് ആയ ആളാണോ? ബൈക്കിൽ ഇങ്ങനെ കറങ്ങുന്നത് മാത്രമല്ല എന്ന് മനസ്സിലാക്കണം ഓരോരുത്തരും. ആണുങ്ങളോടും പറയാനുള്ളത് അതാണ്. നിങ്ങളെ നല്ല രൂപത്തിൽ വളർത്തി നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്തണമെന്നാണ് എല്ലാ വാപ്പയുമേ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാ? ഇസ്ലാമും ദീനുമില്ലാത്ത ഏതെങ്കിലും ആളെ തലയിലേറ്റി വന്ന് അതിന്റെ മുമ്പ് ഹറാമ് തന്നെ സംഭവിക്കുകയാണ്. പിന്നെ എവിടെ നിന്നാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്? വാപ്പനെ കരയിപ്പിച്ച റിലേഷൻഷിപ്പ് ആണെങ്കിൽ എവിടെ നിന്നാണ് സമാധാനം വരുന്നത്? കല്യാണത്തിന്റെ ദിവസം ഉമ്മക്ക് കരച്ചിലാണ്. എന്തേ? എന്റെ ആഗ്രഹങ്ങളൊന്നുമല്ലല്ലോ ഇവിടെ നടന്നത്. എനിക്ക് ആഗ്രഹം നല്ലൊരു മോളെ, ദീനിയത്തായ ഒരു പെൺകുട്ടിനെ കൊണ്ട് മകനെ കല്യാണം റെഡിയാക്കലാണ്. ഇതേതോ തട്ടടാത്ത ഒരുത്തിനെയും കൊണ്ടാണല്ലോ ഇവന് വന്നത്. മാതാവ് കരയുകയാണ്. പിന്നെ എവിടെ നിന്നാണ് ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത്? കല്യാണം വരെ, ഹലാലായ നിക്കാഹിന്റെ സമയം വരെ വീഡിയോ കോളാണ്. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം അല്ലെങ്കിൽ 6 മാസം, അത് കഴിഞ്ഞാൽ അല്ലാഹു പ്രതിസന്ധി ഇട്ടു തരും.
ചെയ്തതൊക്കെ തിരിച്ചടിക്കും. അല്ലെങ്കിൽ പറ്റിപ്പോയവരൊക്കെ ഇന്ന് അല്ലാഹുവിനോട് കരഞ്ഞിട്ട് തൗബ ചെയ്തു. തെറ്റുകളൊക്കെ സ്വാഭാവികമാണ്. ഒരു പെൺകുട്ടി ഒരു പ്രണയത്തിൽ അകപ്പെട്ടു പോയി എന്ന് കേട്ടാൽ അവൾ ആക്ഷേപിച്ച് അടിച്ചൊതുക്കി അവളെ മനസ്സിനെ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ സോഷ്യൽ അന്തരീക്ഷം വളരെ മലീമസമാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കുന്നത്. ഒരു തെറ്റുകളോ തിന്മകളോ ഒക്കെ അവരെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. രക്ഷിതാക്കൾ അടിച്ചൊതുക്കി മനസ്സ് തകർത്ത് ജീവിതം തന്നെ കൊളാക്കുന്ന രൂപത്തിലല്ല പെരുമാറേണ്ടത്. വളരെ സ്നേഹത്തോടെ പെരുമാറാം, ഇഷ്ടത്തോടെ പെരുമാറാം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എന്നാലാ പ്രേമിച്ച പുതിയാപ്പിളക്ക് ആ പുരുഷന് ദീനുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, അള്ളാനെ പേടിയുണ്ടെങ്കിൽ കെട്ടിച്ചൊടുക്കുക. അതങ്ങോട്ട് മുറിച്ച് ഇവളും ആത്മഹത്യ ചെയ്ത് അവനും ആത്മഹത്യ ചെയ്ത് ഈ കോലത്തിലാക്കാനും പാടുള്ളതല്ല. വിഷയം വേർതിരിച്ച് ഓരോരുത്തരും മനസ്സിലാക്കണം. ഏറ്റവും നല്ലത് ദീനിയായ സേഫായ ഇങ്ങനത്തെ ഹറാമായ ഒരു ബന്ധത്തിനും നിൽക്കാതിരിക്കലാണ്. അത്ഭുതപ്പെടുന്ന ഞെട്ടിത്തരിക്കുന്ന റിലേഷനുകളാണ് നമ്മുടെയൊക്കെ ക്യാമ്പസുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന കുട്ടികൾക്കറിയാം, പ്രായമുള്ളവർക്ക് ഒരുപക്ഷെ അത് എക്സ്പീരിയൻസ്ഡ് ആവാത്തത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഉമ്മമാർക്കും പലപ്പോഴും അത് ഒരുപക്ഷെ അറിയാൻ സാധ്യതയില്ല. ഇവിടെ പഠിക്കുന്ന ചെറുപ്പക്കാർക്കറിയാം, പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കറിയാം, നമ്മുടെ അന്തരീക്ഷങ്ങളൊക്കെ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം, ആൺകുട്ടികളെ പെൺകുട്ടികളെ, നിങ്ങൾ തിന്മകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വാപ്പയുടെയും ഉമ്മയുടെയും ആ മുഖം മാത്രം ആലോചിക്കുക. തിന്മകളിൽ നിന്ന് രക്ഷ നേടാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പൊരുത്തത്തിലല്ലാണ്ട് തുടങ്ങിയതിനൊന്നും പൂർണ്ണ വിജയം ഉണ്ടാവൂല. വാപ്പാനിമാനെ കരയിപ്പിച്ച റിലേഷനാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. ഇന്ന് അല്ലാഹുവിനോട് കരഞ്ഞിട്ട് തൗബ ചെയ്യുക. പടച്ചോനെ, ആ പ്രായത്തിൽ അത് പറ്റിപ്പോയി. ഇസ്ലാമാണ് ഒരാൾക്കൊരു തെറ്റുപറ്റി ഓനങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്ന മതല്ല. അവന് പരിഹാരം അത് തൗബയാണ്. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരങ്ങൾ, അങ്ങനത്തതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഇന്ന് തന്നെ അല്ലാഹുവിനോടൊന്ന് കരഞ്ഞിട്ട് തൗബ ചെയ്യാം. പടച്ചോനെ, ആ സമയത്ത് പറ്റിപ്പോയതാണ്, നീ എനിക്ക് പുറത്തു തരണേ. ആണും പെണ്ണും ഒരുമിച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹു ആ പാപങ്ങളൊക്കെ പുറത്തു തരും. അല്ലാഹു പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ല ഭാര്യ അത് ഭർത്താവിന്റെ പൊരുത്തം നേടിയ ഭാര്യയാണ്. ആരാണ് നല്ല പെണ്ണ്? സൂറത്തുൻ നിസാ പറയുകയാണ്, ഫസ്വാലിഹാതു പുതിയ പ്രമാരെ അനുസരിക്കുന്നവളാ, അനുസരണശീലമുള്ളവളാ. ഹാഫിളാതുൻ ലിൽ ഗൈബി, പുതിയാപ്ലല്ലാത്ത ഭർത്താവില്ലാത്ത സമയത്ത് ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു പറഞ്ഞത് അതനുസരിക്കുന്ന പെണ്ണാ. അനുസരണശീലമുള്ള അല്ലാഹുവിനെ ഭയമുള്ള പെണ്ണ് അവളാണ് നല്ലവളെന്ന് വിശുദ്ധ ഖുർആൻ. ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പറയാണ്, ലൗ അമർതു അഹദൻ അയ്യസ്ജുദ ലിഅഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ഒരു പടപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ തന്റെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുമായിരുന്നു. ഹബീബുനാ ശഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പൊന്നാര പ്രവാചകന്റെ അധ്യാപനമാണ്. ഒരു മനുഷ്യന്റെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അതാണ് സ്വാലിഹത്തായ ഒരു ഭാര്യ. അതാണ് സ്വാലിഹത്തായ ഭാര്യ. ഓരോരുത്തരും മനസ്സിലാക്കുക. മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ പുതിയാപ്പിള വിളിക്കുകയാണ്, അങ്ങോട്ട്
കിടന്നുറങ്ങല്ലേ, അല്ലെങ്കിൽ 10 മണിക്ക് പുതിയാപ്പിള വിളിക്കാണ് കിടന്നുറങ്ങല്ലേ, പൊന്നാര പുതിയാപ്പിളെ അല്ലെ ഇക്ക ഞാൻ ദിക്റല്ലാണ്. ആ ദിക്ർ നരകത്തുക്കുള്ള ദിക്റാണ് എന്നാണ് മസല. ഇത് എന്നോട് ചൂടായിട്ട് കാര്യമില്ല, നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കും, ദീൻ അറിയുന്ന ആളുകളോട് ചോദിക്കും. രാത്രി 10 മണിക്ക് പുതിയാപ്പിള ബെഡ്റൂമിലേക്ക് വിളിക്കുന്നു, കിടന്നുറങ്ങല്ലേ. പുതിയണ്ണ് പറയാണ്, പുതിയണ്ണ് എന്ന് പറഞ്ഞ ഭാര്യ പറയാണ്, ഞാൻ കുറച്ചും കൂടെ ദിക്ർ ചെല്ലട്ടെ. പുതിയാപ്പിള സമ്മതം തന്നാ ദിക്ർ ചെല്ലാം. ഭർത്താവ് സമ്മതിക്കാതെ അവിടെ ഇരുന്നിട്ട് നേരം വെളുക്കുവോളം നാരിയത്തു സ്വലാത്തല്ലേ ദിക്ർ ചൊല്ലി. ആ ദിക്ർ നരകത്തിലേക്കുള്ള ദിക്റാണ്. പ്രഭാതത്തിൽ ഒരു ഗ്ലാസ് ചായ പുതിയാപ്പിള ചോദിക്കാൻ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തായ ഫ്ലാസ്ക് ഉണ്ട്, വേണമെങ്കിൽ എടുത്തോ. ഇത് പറയാണ് ആ നേരത്ത് ഭാര്യ ചെയ്യുന്നത് അവിടെ നിന്ന് ദിക്റല്ലാണ്. ആ ദിക്റും നരകത്തിലേക്കുള്ള ദിക്റാണ്. ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പ്രിഫറൻസ്, ദീനിൽ ചില പ്രിഫറൻസ് ഉണ്ട്. വുജൂബ് എന്നാണ് പറയാ, വാജിബാത്തുകളുണ്ട്. അത് ചെയ്യാണ്ട് വേറെ കുറെ സുന്നത്ത് കൊട്ടയിലാക്കി അള്ളാന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം ഉണ്ടാവൂല. ഒരാളെ പണിക്ക് വിളിച്ച് പള്ളിന്റെ സൈഡ് മുഴുവൻ പെയിന്റ് അടിക്കാൻ പറഞ്ഞു. ബംഗാളി നേരെ എന്ത് ചെയ്തു, മതിൽ മുഴുവൻ പെയിന്റ് അടിച്ചു. അല്ലെങ്കിൽ അപ്പുറത്തെ പുരമല് ഫുള്ള് പെയിന്റ് അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തോളാനാണ് പള്ളി കമ്മിറ്റി പറഞ്ഞത്. ബംഗാളി ചെയ്തില്ല. ബംഗാളി ഫുള്ള് എന്ത് ചെയ്തു, പള്ളിക്ക് പെയിന്റ് അടിക്കുന്നതിന് പകരം റോഡിന്റെ സൈഡിൽ പെയിന്റ് അടിച്ചു, മരത്തുമലൊക്കെ പെയിന്റ് അടിച്ചു. വൈകുന്നേരമായിട്ടും എനിക്ക് ശമ്പളം എന്താ, എന്റെ കൂലി താന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള കമ്മിറ്റി കൊടുക്കൂല. പറഞ്ഞ പണി അത് എടുക്കാനാണ്. അത് എടുക്കാൻ പറഞ്ഞിട്ട് മരത്തുമ പോയിന്റ് പെയിന്റ് അടിച്ചാൽ എന്ത് ചെയ്യൂല, കൂലി കൊടുക്കൂല, ശമ്പളം കൊടുക്കൂല, സാലറി കൊടുക്കൂല. അല്ല പറഞ്ഞത് പുതിയാപ്പിളിനെ അനുസരിക്കണം. സുന്നത്ത് നോമ്പാൻ ഉച്ചന്റെ നേരത്തെ മുറുക്കിയെന്ന് പറഞ്ഞു, ഞാൻ മുറിക്കൂല എന്ന് പറഞ്ഞ ആ നോമ്പ് കൊണ്ട് നരകാണ്. നിർബന്ധമായ ബാധ്യതകൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സുന്നത്തുകളെ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റൂല എന്നാണ്. അതുകൊണ്ടാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, അവസാന കാലാകുമോ മനുഷ്യന്മാരൊക്കെ പറ്റിക്കപ്പെടും, ഗുറൂറിലകപ്പെട്ടു പോകും, വഞ്ചനയിൽ. ഉസ്താദുമാർക്കൊക്കെ കിതാബിന്റെ പേരറിയാം, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നാണ് കിതാബിന്റെ പേര്. ഗുറൂറിലകപ്പെട്ടു പോകും. എങ്ങനെ? അവർ ഫർള് ചെയ്യൂല, സുന്നത്ത് ധാരാളം ചെയ്യൂല. സുന്നത്ത് ചെയ്യണം. ഫർള് ചെയ്തതിന്റെ ശേഷമുള്ള സുന്നത്തുകൾക്കാണ് വാലിഡിറ്റി ഉള്ളൂ എന്നാണ്. അതാണ് ദീനിന്റെ മസല. അതുകൊണ്ട് ഫർളാണ് ഭർത്താക്കന്മാർ അനുസരിക്കുക എന്ന് പറയുന്നത്. അത് ഗൗരവത്തോടെ ചെയ്യണം. തർക്കുത്തരം പറയുന്നതൊക്കെ മാറ്റിവെക്കുക. ഇത് നിങ്ങളുടെ ഭർത്താവ് നാളെ സ്വർഗം വരെയുള്ളതാണ്. ഉസ്താദെ, സ്വർഗത്തിലും ഇയാളാണെങ്കിൽ അതിലും നല്ലത് നരകല്ലേ അങ്ങനെ ചിന്തിക്കരുത് അല്ലെ. സ്വർഗത്തിലും ഇയാളാണോ, അതിലും നല്ല പിന്നെ നരകല്ലേ എന്നാണ്. ദുനിയാവിലെ പുതിയാപ്പിളല്ല ആണ് സ്വർഗത്തിലെത്തിയ ഉണ്ടാകാന്നാണ്. സ്വർഗത്തിൽ ഏറ്റവും സന്തോഷം ആർക്കാണ് നബിയെ? ഭാര്യയും ഭർത്താവും സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ അവർക്കാണത്രേ സ്വർഗത്തിൽ ഏറ്റവും ഹാപ്പിനെസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബം ഏറ്റവും പരിശുദ്ധമാവണമെങ്കിൽ ഇതൊക്കെ പാലിക്കുക. സ്വത്ത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരാളെയും വിലയിരുത്തണ്ട. ാണോ അത് നോക്കണേ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദുനിയാവിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ്. മക്കൾ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഹാപ്പിനെസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികളൊക്കെ അത് കേട്ടു. അത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധം അതെങ്ങനെ മനോഹരാകും. ആരാണ് നല്ല ഭർത്താവ്? പെണ്ണുങ്ങളോട് ഏറ്റവും നല്ല പോലെ പെരുമാറുന്നവരാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് ഹദീസുകൾ പറഞ്ഞു, ആയത്തുകളൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരോടുള്ള പെരുമാറ്റ രീതികൾ, മനോഹരമായ രീതിശാസ്ത്രം, കുടുംബത്തിൽ അന്തസ്സ് ഉണ്ടാവാൻ കാരണമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആരാണ് ഭാര്യ? ഭർത്താവിനെ അനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ്. എത്ര പറഞ്ഞിട്ടും ഉസ്താദേ എന്റെ ഭർത്താവ് എന്നോട് മര്യാദക്ക് നിൽക്കുന്നില്ല, ഇങ്ങനെ പരാതിയുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകും. നബി തങ്ങൾ അടുത്തേക്ക് വന്നിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ കുടുംബത്തില് സമാധാനമില്ല. എന്റെ ഭർത്താവ് എപ്പോഴും പള്ളിയിലാണ്, എന്റെ അടുത്തേക്ക് വരുന്നില്ല. നബിയേ, ആ
മനുഷ്യൻ എന്നോട് ചെയ്യേണ്ട ബാധ്യതകൾ ചെയ്തു തരുന്നില്ല. മൂപ്പര് ഫുള്ള് പള്ളിയിലാണ്, ബാക്കിയുള്ള ദിവസമൊക്കെ നോമ്പ്, പകല് ഫുള്ള് നോമ്പ്, രാത്രി ഫുള്ള് നിസ്കാരം. വിവിധങ്ങളായ റിവായത്തുകളുണ്ട്, വിവിധ സംഭവങ്ങളുണ്ട്. എന്റെ ഭർത്താവ് പകല് 7 ദിവസം നോമ്പ ആഴ്ചയിൽ, രാത്രി മൂപ്പർ ഫുൾ ടൈം നിസ്കാരാണ്. ഇതൊരു പരാതി. എന്റെ ഭർത്താവ് ഫുള്ള് പള്ളിയിലാണ്, എന്റെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരുത്തുകയാണ്. പള്ളിയിൽ പോയിട്ട് ആളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ്. വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്യും, എന്നിട്ട് വന്ന് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരത്തിന്റെ വിഷയമാണ്. രാത്രി ഫുള്ള് നിസ്കാരം, പകല് ഫുള്ള് നോമ്പെടുക്കുന്ന ആ സ്വഹാബി വര്യരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ഭാര്യയോടുള്ള നിന്റെ നിമിഷങ്ങൾ ഇബാദത്താണ് എന്നാണ്. ഇശാ ബാങ്ക് കൊടുത്ത് പിന്നെ ചെയ്യേണ്ട പണി ഉറങ്ങലാണ്. 2 വിഷയങ്ങൾക്ക് റുഖ്സയുണ്ട്. ഒന്ന് ദീന് പറയാ, ദീന് കേൾക്കുക. നിങ്ങൾ വാല് കേൾക്കാൻ, ദീന് പഠിക്കാൻ, മക്കൾക്ക് പഠന സംബന്ധമായ വിഷയങ്ങൾക്ക് റുഖ്സുണ്ട്. നേരം വെളുക്കോളം വേണേ പഠിക്കാം. രണ്ടാമത്തത് ഭാര്യമാരോട് ഒരുമിച്ച് സംസാരിക്കാം. ഇത് രണ്ടിനും റുഖ്സുണ്ട്. അതാണ് പരിശുദ്ധ ദീനിന്റെ സൗന്ദര്യം. അതാണ്. നിങ്ങൾ ഇശാ കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളോട് സംസാരിച്ചിരുന്നു, ഒരു കുഴപ്പമില്ല. അങ്ങാടി പോയിരുന്നു കുറേ നേരം, എന്ത് വേണേരം സംസാരിക്കാൻ, അത് പാടുള്ളതല്ല. അവിടെയും വീട്ടിൽ ഭാര്യമാരോടൊത്തുള്ള സംസാരം ഇബാദത്താണ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ പരസ്പരം സന്തോഷിപ്പിക്കുന്നത് ഇബാദത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്വഹാബ പള്ളിയിൽ മാത്രം ഇരുന്ന ആ സ്വഹാബി വര്യരെ നബി വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. അതാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് സമാധാനം കിട്ടുന്ന, നമ്മൾ മരണപ്പെട്ടാൽ ആദ്യം നമുക്ക് വേണ്ടി കരയുന്ന, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ നമ്മുടെ വീട്ടുകാരാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുമ്പോ, വഞ്ചിക്കുമ്പോ ആലോചിക്കാം, എന്നും ഈ ആരോഗ്യം ഉണ്ടാവില്ല. ഭാര്യമാരെ വെറുതെ പറ്റിക്കുക, ഫോൺ എടുത്ത് കണ്ട പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുക. ഇത് കണ്ടിട്ട് ഞാൻ ഇതിന്റെ അടുത്ത് ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഒരാള് പറഞ്ഞത് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇത് യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ കിട്ടും. ഒരു 10 ലക്ഷത്തിന്റെ അടുത്ത ആളുകൾ ആ പ്രഭാഷണം വീക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ ഏകദേശം 10,000-ഓളം സ്ത്രീകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ആ കമന്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിലൊരു 90% കമന്റ്സും, ഉസ്താദേ ഞാനും ഇത് അനുഭവിക്കുകയാണ്. വിഷയം, ഒരു ഭർത്താവിനെ വളരെയധികം സ്നേഹിച്ചു കൂടെ നിന്നൊരു ഭാര്യ ആ ഭർത്താവിന്റെ ഫോണിൽ ഹറാമായ ചാറ്റുകൾ കണ്ട ഒരു അനുഭവമാണ്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അങ്ങനെ തിരികെ ജീവിതത്തിലേക്ക് വന്നൊരു പെണ്ണിന്റെ അനുഭവം. എന്തേ പെണ്ണിന്റെ മനസ്സ് തകരാൻ കാരണം? വിശ്വസിച്ച പുതിയാപ്പിളന്റെ ഫോൺ എടുത്തു നോക്കുമ്പോൾ ഹറാമായ ചാറ്റിങ്ങുകൾ കാണുകയാണ്. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കുന്നത്? അള്ളാഹുവിന്റെ പരലോകത്ത് നമുക്ക് നഷ്ടപ്പെടൂലേ? ഒരു 2 തെറ്റാണ്. അള്ളാഹുവിനെ വഞ്ചിക്കുന്നത്, അള്ളാഹുവിനെ പറ്റിക്കുന്നത്. ഒന്ന് വീട്ടുകാരിയെ, ഭാര്യയെ, അവരൊക്കെ സ്നേഹത്തോടെ വിശ്വാസത്തിലെടുത്ത് കൂടെ വന്നവരാണ്. ഒരു 2-3 സ്വീക മാത്രമാണ് കല്യാണ സമയത്ത് അവളുടെ വാപ്പ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു മഹർ കൊടുത്ത്, അല്ലേ, അതിന് പകരം ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങളെ എനിക്ക് കല്യാണം കഴിച്ച് അന്നതിനെ ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. ആ വാക്കിന്റെ പുറത്ത് കൂടെ വന്നവരാണ്. ഫോൺ എടുത്ത് ഹറാമായ ചാറ്റൊക്കെ നിർത്തുക. അതിലൊന്നൊരു സുഖവും സമാധാനവും നിലനിൽക്കൂല. അതൊക്കെ പിടിക്കപ്പെടുമെന്നെങ്കിൽ, അല്ലെങ്കിൽ വഷളാകും നമുക്ക്. ഒരു സാധനവും അള്ളാഹു വെറുതെ ഒരു മനുഷ്യനെ പറ്റിച്ച് അധികകാലം ഒരു തിന്മയും മുന്നോട്ട് നീക്കാൻ അള്ളാഹു അനുവദിക്കൂല. ഏതെങ്കിലും സമയത്ത് സമൂഹത്തിൽ വഷളാകും. കെട്ടിയോളെങ്കിലും ഇനിയും അറിയും. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. അവിടുന്ന് മുതൽ നമ്മുടെ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടാകും. ഹറാമായ വ്യഭിചാര ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് വിടും.
ഒരു നിമിഷത്തെ സുഖം, അതിന് ഹലാലായിട്ട് വീട്ടിൽ അല്ലാഹു ഭാര്യനെ തന്നില്ലയോ, പിന്നെ അതിലപ്പുറം പിന്നെ എന്ത് സമാധാനം തേടിയിട്ടാണ് യാത്ര പോകുന്നത്? ഹറാമിലൂടെ എന്ത് സുഖമാണ് കിട്ടുന്നത്? ഹറാമിലൂടെ ഒരു നിമിഷത്തെ സുഖം കിട്ടിയാൽ അതിലേറെ സങ്കടമല്ലയോ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ളത്? എത്രയെത്ര രോഗങ്ങൾ എല്ലാ പ്രിക്കോഷൻസ് ചെയ്തിട്ടും എത്ര പേർക്ക് വൃത്തികെട്ട രോഗങ്ങൾ ഉണ്ടായി ഈ ലോകം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. എത്ര പേര് കുടുംബം കലങ്ങി പോയിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളിലേക്ക് കൽബ് കൊണ്ടുപോകാതിരിക്കുക. ഇന്ന് തന്നെ ഏതെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ വിശ്വസിച്ച നിങ്ങളുടെ ഭർത്താവ് കാണാതെ ഫോണെടുത്ത് ഹറാമായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അതൊക്കെ ചെയ്തെങ്കിലേ ഈ വാള് കൊണ്ടൊക്കെ ഉപകാരമുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പരലോകവും ഖബറും മഹ്ശറും മാത്രം പറഞ്ഞ് കരഞ്ഞ് ഇവിടെ എഴുന്നേറ്റ് പോയി ഇന്ന് രാത്രി ഒരു പേടി ഉണ്ടാവും, നാളെ നേരമ്പലത്ത് വീണ്ടും. അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, തിരുത്തേണ്ട ചില ധാരണകളുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. നമ്മൾ കാലാകാലം അങ്ങനെ നിൽക്കൂല, വയസ്സാവും, ചങ്ക് കുത്തിയിട്ട് ഫുഡ് തരുന്ന അവസ്ഥ ഉണ്ടാകും. അല്ലാഹു കാക്കട്ടെ. മൂത്രം കിടന്ന സ്ഥലത്ത് തന്നെ ഒഴിക്കുന്ന അവസ്ഥ ഉണ്ട്. കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന അനുഭവങ്ങളുള്ള എത്രയോ ആളുകളുണ്ട്. ഒരു മടിയും കൂടാതെ കൈപിടിച്ച് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ചേർത്ത് നിർത്തുന്ന ഒരേ ഒരാൾ ആ സമയത്ത് ഭാര്യയാണ്. ഭാര്യയാണെങ്കിൽ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷനാണ്. അതുകൊണ്ട് ഷൗട്ട് ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാവുമ്പോൾ, നന്ദികേട് കാണിക്കുമ്പോൾ മനസ്സിലാക്കുക, എനിക്കായി ചേർത്ത് വെക്കാനുള്ള ഒരേ ഒരാളാണ് എൻ്റെ ഭാര്യ, ഇതെന്റെ ഭർത്താവ്. ആ ഒരു ബോധം ആണിനും പെണ്ണിനുണ്ടാകണം. ഞാൻ വയസ്സായില്ലേ, നീ നിന്റെ ഞാൻ എൻ്റെ കഥ നോക്കാം. ഇങ്ങനെയല്ല. റസൂലുള്ളാഹിക്ക് 63 വയസ്സുണ്ട്. വഫാത്തിന്റെ അവസാന സമയം വരെ നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരോടൊപ്പമാണ് ജീവിച്ചത്. സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാരും ഒരുമിച്ച് വഫാത്തിന്റെ സമയമായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനി കൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ വിറക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. എല്ലാ ഭാര്യമാരെയും നബി തങ്ങൾ വിളിച്ചു. എല്ലാ ഭാര്യമാരും വന്നു. അവരോടൊക്കെ നബി തങ്ങൾ ചോദിച്ചു, പെണ്ണുങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും അനീതി ചെയ്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മോശത്തരം ചെയ്തിട്ടുണ്ടോ? അനീതി കാണിച്ചിട്ടുണ്ടോ? ഭാര്യമാരൊക്കെ കരയാൻ തുടങ്ങി. നബി തങ്ങളുടെ ഉമ്മമാർ, നബി തങ്ങളുടെ ഭാര്യമാർ, യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. യാ റസൂലല്ലാഹ്, അങ്ങയോട് എപ്പോഴും ഞങ്ങളുടെ കൽബിൽ മഹബ്ബത്ത് മാത്രമാണ് നബിയെ. ഞങ്ങളോട് ഒരു അനീതിയും അങ്ങ് ചെയ്തിട്ടില്ല എന്ന് ഭാര്യമാര് സാക്ഷി പറയുകയാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ വിഷയം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലോകം വിട്ടു പിരിയുമ്പോൾ ബാധ്യതകൾ ഇല്ലാതിരിക്കണം. ഞാൻ കാരണം എന്റെ ഭർത്താവ് കരയേണ്ടി വരരുത്, എന്റെ ഉമ്മ കരയേണ്ടി വരരുത്, എന്റെ മക്കൾ കരയേണ്ടി വരരുത്. ഇത് ഓരോരുത്തരും മനസ്സിലാക്കാം. ഏത് സമയത്താണ് 50 വയസ്സ് അറ്റാക്ക് ഒന്ന് മരിച്ചു, ആരോർക്കാനാണ്? ആരാണ് ഓർക്കുന്നത്? നമ്മളില്ലാത്ത ലോകം നാളെ മറ്റന്നാളും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ദീർഘായുസ്സ് അല്ലാഹു ചെയ്യട്ടെ. നമ്മളില്ലാത്തൊരു ലോകം ഇവിടെ വരാനുണ്ട്. ഒരു ഓർമ്മ വേണം, നമ്മളല്ല ഈ ലോകത്തെ മെയിൻ, നമ്മൾ ആരുമല്ല. 800 കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. 800 കോടിയുടെ മേലെ. ഇന്ത്യയിൽ മാത്രം 130 കോടിന്റെ മേലെ ജനങ്ങളുണ്ട്. കേരളത്തിൽ മാത്രം 3 കോടി ജനങ്ങളുണ്ട്. കോടാനകോടി ഏക്കർ ഭൂമിയിലുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പൊട്ട് മാത്രമാണ്. നമ്മൾ ആരുമല്ല. നമ്മൾക്കൊരു വലിയ വീടുണ്ടെന്ന് കരുതി നമ്മൾ എന്തോ സംഭവമല്ല. നമ്മൾക്കൊരു 4 ഏക്കർ സ്വത്തുണ്ടെന്ന് കരുതി സ്വത്ത് തലയെ കെട്ടിയിട്ട് പോകൂല. ഓരോരുത്തരും മനസ്സിലാക്കുക, മണിമാളികക്കുള്ളിൽ നിന്നും ദരിദ്രന് കൊടുക്കുന്ന അതേ വെള്ളത്തുണി മാത്രമാണ് നമ്മുടെ ശരീരത്തിലും പൊതിയുന്നത്. കൈക്കൂലി കൊടുക്കാൻ പറ്റില്ല. കീശ നമ്മുടെ കഫം തുണിക്ക് അല്ലാഹു തന്നിട്ടില്ല. പിന്നെ എന്തിനാണ് മുഅ്മിനെ ഈ വൈരാഗ്യങ്ങൾ? പിന്നെ എന്തിനാണ് ഈ പിണക്കങ്ങൾ? പിന്നെ എന്തിനാണ് ഈ കുശുമ്പ്? പിന്നെ എന്തിനാണ് ഈ അഹങ്കാരം? ഒരു ശ്വാസം, ഒരൊറ്റ ശ്വാസം. ഒന്ന് മൂക്ക് പിടിക്കുക, തൊള്ള പിടിക്കുക, വാ പൊത്തി മൂക്കും പൊത്തിയിട്ട് 1 മിനിറ്റിലപ്പുറം നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റുമോ? വളരെ നിസ്സാര കാര്യമാണ്. നമ്മുടെ ഈ മൂക്കും വായും പൊത്തി വെച്ചിട്ട് ശ്വാസം എടുക്കാണ്ട് 1 മിനിറ്റിലപ്പുറം നിൽക്കാൻ പറ്റില്ല. ആ ശ്വാസം അല്ലാഹു ഇങ്ങനെ തന്നിട്ടേ നമ്മൾ ജീവിക്കുന്നത്. ഒരു ശ്വാസത്തിന്റെ വില
അത് മാത്രമേ ഉള്ളൂ നമ്മൾ. ഞാനും നിങ്ങളെല്ലാവരും, നമ്മളാരും ഒന്നുമല്ല. അങ്ങനെ നമ്മുടെ ഖൽബിൽ ഒരു തോന്നൽ വേണം. ഈ ശ്വാസം നിന്നാൽ തീർന്ന്, പിന്നെ ഒന്നിനും കൊള്ളൂല. സംസാരിക്കാൻ പറ്റില്ല, ഇതിനേറ്റ് ഓടാൻ പറ്റില്ല. സ്വത്ത് ഒരു ഫിൽസ് പോലും നമ്മുടെ പോക്കറ്റിൽ തുന്നിച്ചേർത്ത് തരൂല. മാമമാരാണ് അവസാനത്തെ മണിക്കാതിലിന്റെ കഷ്ണം എടുക്കും. പല്ല് വെപ്പ് പല്ലാണ്, അതൂരി വെക്കും. അല്ലാഹു നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ചത് മാത്രം കൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും. ഈ വിശാലമായ പന്തലിൽ പോലും നമുക്ക് ചൂടനുഭവപ്പെടാൻ. ഇത് രണ്ടും ഓഫാക്കിയാൽ ഞാൻ ഇവിടെ നിന്ന് വിയർത്ത് കുളിക്കും. ഇത്രയും വിശാലത അവിടെ നിന്നാണ്. ഈ മണ്ണിൽ ഇത്രയും ആളുകൾ സാക്ഷിയാണ്. മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ച് കല്ലിട്ട് മൂടി മണ്ണ് വാരി എറിഞ്ഞ് ആളുകൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. നമ്മുടെ വല്യാപ്പയും വാപ്പയും പ്രിയപ്പെട്ടവരുടെ കിടക്കാണ്. നമുക്കിവിടെ ഫാനില്ലാതെ നമ്മുടെ റൂമിൽ വേനൽക്കാലത്ത് ഇരിക്കാൻ പറ്റില്ല. ഫാനോ എ സിയോ ഇല്ലാതെ നമ്മുടെ റൂമിൽ ഇരിക്കാൻ പറ്റും. ഇത് ഇങ്ങനെ തിരിയാൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മളെ അടക്കാൻ വേണ്ടി പോകുന്നത്. ആ യാത്ര സുഗന്ധമാക്കുക. അവിടെയുള്ള എത്ര മനുഷ്യന്മാരാണ് നമ്മൾ ഓർക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക. നമ്മളെ എത്ര പേർ ഓർക്കാനുണ്ടാകും, നമ്മളെ സംബന്ധിച്ച് എത്ര പേര് നല്ലത് പറയാനുണ്ടാകും. ഒറ്റ ഹദീസ് കൂടി പറഞ്ഞു നിർത്താൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ അയാളെ പറ്റി 4 ആളുകളെങ്കിലും നല്ലതു പറഞ്ഞാൽ ദഖലൽ ജന്ന. ഒരാള് മരണപ്പെട്ട ആ മനുഷ്യനെ പറ്റി 4 ഖൈറാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. 4 ആളുകൾ നല്ലത് പറഞ്ഞ അവൻ അല്ലാഹു സ്വർഗ്ഗം നൽകുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയുള്ളൂ നമ്മുടെ ജീവിതം. 4 ആള് നല്ലത് പറഞ്ഞാൽ സ്വർഗ്ഗാണ്. ആരാണ് നബിയേ? ആരാണ് 4 ആളുകൾ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും അടുത്ത 4 ആളുകളാണ്. ആരൊക്കെയാണ്? ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവ് നല്ലത് പറയുന്നുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മളെ പറ്റി നല്ല അഭിപ്രായമാണോ? നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ്. ഓരോരുത്തരും ആലോചിക്കുക, എന്നെ പറ്റി എന്റെ ഭാര്യക്ക് നല്ല അഭിപ്രായമാണോ? സലീവാഫി എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല വേലാണ്, ഒരു കാര്യമില്ല അത് പറഞ്ഞിട്ട്. എന്നെ പറ്റി എന്റെ ഭാര്യക്ക് നല്ല അഭിപ്രായമുണ്ടോ? എന്റെ വാപ്പാക്കും ഉമ്മാക്കും നല്ല അഭിപ്രായമുണ്ടോ? എന്റെ ക്ലോസ് ആയി കൂടെ യാത്ര ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമുണ്ടോ? എന്റെ അയൽവാസികൾ എന്നെ പറ്റി നല്ലത് പറയുന്നുണ്ടോ? അത് മാത്ര കാര്യം. ലോകം മൊത്തം നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല. 4 ആൾ, ഒന്നെങ്കിൽ നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസി, നമ്മുടെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, ക്ലോസ്. ഏത് നട്ടന്മാർക്കും വിളിച്ചാൽ വരുന്ന ചങ്കുകളായ നമ്മുടെ ഫ്രണ്ട്സുകളുണ്ട്. ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്. നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതിൽ നന്മ ഉണ്ടാവണം. ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ വരണം. ഖലാസ്. അല്ലാഹു അതൊക്കെ നിലനിർത്തി തരട്ടെ. ഇത്ര ചെറുപ്പക്കാർ കുട്ടികൾ ഈ വാലിന്റെ മജ്‌ലിസിലുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ചെറുപ്പക്കാർ കുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരെ ആക്ഷേപിച്ച് അവരെ തകർത്ത് മനക്കരുത്ത് ഇല്ലായ്മ ചെയ്യുന്ന സ്വഭാവം പാടുള്ളതല്ല. വല്യാപ്പാര് ജീവിച്ച കാലത്തല്ല നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അവരെ ദീനിയായ പ്രോത്സാഹനം പരമാവധി കൊടുക്കുക. അവരെ സന്തോഷങ്ങൾ നമ്മളും സന്തോഷിക്കുക. അവരെ അടുപ്പിക്കുക ദീനിലേക്ക്. അവർ മാറ്റി നിർത്തി അവർ ആക്ഷേപിച്ചത് കൊണ്ട് ഒരു നിലക്കും ഇനിയുള്ള സമൂഹം ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, നന്നാകൂല. ആക്ഷേപിച്ചത് കൊണ്ട് ഒരു തലമുറ നന്നാകൂല എന്നാണ്. അങ്ങനെയാണ് പാരമ്പര്യം. ആക്ഷേപമല്ല, അവരെ ചേർത്ത് നിർത്തുക. ഒരു അർജന്റീനൻ ജേഴ്സിട്ട് എന്ന് പറഞ്ഞിട്ട് അവനെ ദീനെന്ന് പുറത്താക്കണ്ട. അവന് പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, അവന് ദീനിയായ പരിപാടി കൂടി വരുന്നുണ്ടല്ലോ മാഷാ അല്ലാഹ്. ഓന് ലഹരി അനുഭവിക്കാത്തവനാണ്, ഓന് കള്ളു കുടിക്കാത്തവനാണ് മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ദീനിലേക്ക് ചേർത്ത് നിർത്തുക. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അല്ലാഹു നമുക്ക് ഈ മനസ്സിലാമക്കാത്താക്കി തരട്ടെ. പിന്നെ ഫുട്ബോൾ ജ്വരമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. ഒരൽപ്പം ഫുട്ബോൾ ആസ്വാദനം
ആരോഗ്യത്തിന് വേണ്ടി കളിക്കുന്നതൊന്നും ഇസ്ലാം തെറ്റാക്കിയ സാധനമൊന്നുമല്ല. പക്ഷേ ഇതൊരു വല്ലാത്ത ആരാധനാ മനോഭാവം. പിന്നെ ഓന് കുടിക്കും വേണ്ട, ഓന് ഫുട്ബോളായ പിന്നെ ഓനക്ക് തിന്നാനും വേണ്ട, പള്ളിയും വേണ്ട, ദീനും വേണ്ട. ഇങ്ങനെയാവരുത്. നിങ്ങൾ ഫുട്ബോൾ കളിച്ചോ, പക്ഷെ ബാങ്ക് കൊടുത്താൽ നിങ്ങൾ പള്ളിയിൽ പോകണം. നിങ്ങൾ നെരിയാണിന്റെ താഴെ വസ്ത്രം ധരിച്ച് നിങ്ങൾ ഫുട്ബോൾ കളിച്ചോ, ഇസ്ലാമില് അതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ബാങ്ക് കൊടുത്താൽ നിങ്ങൾ പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും പോയി നിസ്കരിക്കണം. ഒരു ഹറാമായ ലഹരി നിങ്ങളുടെ കൽബിലേക്കോ കയ്യിലേക്കോ ഒരിക്കലും വന്നു വീഴരുത്. നിങ്ങൾ നിങ്ങളുടെ അമ്മാനെയും ബാപ്പാനെയും കരയിപ്പിക്കരുത്. ഇത്ര ചെയ്താൽ മതി, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും. പറയുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, ഒന്നിനും പറ്റാത്താനോ ഓനെ കൊണ്ടൊന്നിനും കൊള്ളൂല, ഓൻ കണ്ടില്ല എങ്ങനെ നടക്കാണ്, അതൊക്കെ പറയുന്നവർ പറയട്ടെ. നമ്മുടെ കൽബിൽ ഈമാൻ നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ നമ്മളോട് തന്നെ മനസ്സിലാക്കുക, ഞാൻ 5 വക്ത് അല്ലാഹു കൊടുക്കും. ഞാൻ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് കളിക്ക് പോകൂല. ട്രൗസറൊക്കെ ഇടുന്ന അതിന്റെ അടിയിൽ നെരിയാണിന്റെ താഴെ മുട്ടിന്റെ താഴെ എത്തുന്ന ഏതെങ്കിലും ഷോർട്സുകളോ അല്ലെങ്കിൽ നല്ല പാന്റുകളോ ഒക്കെ ധരിച്ച് കളിക്കാലോ. അല്ലാതെ ഈ മുട്ടിന്റെ മുകളിലേക്ക് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണ്, അത് മറ്റൊരാൾ കാണേണ്ടി വന്നാൽ അത് ഹറാമാണ്. ഹറാമ് വരരുത്. നിങ്ങൾ മുട്ടിന്റെ താഴേക്കുള്ള ഡ്രസ്സ് ധരിച്ച് കളിച്ചു. നിങ്ങൾ അർജന്റീന, ബ്രസീലിന്റെ, പോർച്ചുഗലിന്റെ ഏതെങ്കിലും ജേഴ്സിട്ട് ഒരു കുഴപ്പമില്ല. ഔറത്ത് മറക്കണം. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം. ലഹരി നിങ്ങൾ തുടരുത്. മദ്യം അത് ലഹരിയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ വാപ്പാനെയും മാനെയും സ്നേഹിക്കാതിരിക്കുക. നിങ്ങളുടെ കൽബിലാണ് അല്ലാഹുവിന്റെ ദീൻ. അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എന്തൊരു മനോഹര ദീനിയായ സംവിധാനങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരുപാട് ചെറുപ്പക്കാരാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. അത് നമുക്ക് എന്നും നിലനിർത്തണം. ചെറുപ്പക്കാരെ ആവർത്തിച്ചു പറയാണ്, മക്കളെ നിങ്ങൾ ലഹരിയിലേക്ക് പോകരുത്. അത് കൊലപാതകമാണ്. നമ്മളെ കൊല്ലുന്ന പ്രവർത്തനമാണ്. അത് നിങ്ങൾ മാറ്റിവെക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ.